എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം ഇന്നലെ വൈകിട്ട് ഒരു 6 മണി ആ സമയം അടുപ്പിച്ചാന്ന് തോന്നുന്നു ഞാൻ പാസ്റ്ററെ പറയുന്നത്. അന്നേരമാണ് എനിക്ക് ഇവിടേക്ക് വരേണ്ട കാര്യം ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നത്. കാരണം വേറെ ഒരു കർത്താവിന്റെ ദാസൻ മൂലമാണ് പ്രിയ പാസ്റ്ററെ പരിചയപ്പെട്ടതെങ്കിലും പാസ്റ്ററോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ഒന്നും എനിക്ക് സാധിച്ചില്ല. അപ്പൊ കർത്താവിന്റെ വേലയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് പലയിടത്തു നിന്നുള്ള കോള് വരും. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ മാറ്റി വെക്കും, ഫോൺ എടുക്കാറില്ല. അപ്പൊ എല്ലാവരെയും നമ്മളൊരു സഹോദരി ആയതുകൊണ്ട് അങ്ങനെ തിരിച്ചു വിളിക്കാറില്ല. ഇന്നലെയാണ് പാസ്റ്ററോട് സംസാരിച്ചതും ആ കാര്യങ്ങളെല്ലാം നേരത്തെ തീരുമാനിച്ചതെങ്കിലും ആ കറക്റ്റ് സമയമായപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നു. ഒരു ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനോടൊന്നും ഞാൻ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിവിടെ വരാൻ കഴിയത്തില്ലായിരുന്നു. മോളെ നാളെ അവിടെ ചെല്ലണ്ടേ. കാരണം അതിന്റെ ഇടയ്ക്ക് പ്രിയ പാസ്റ്റർ എന്നെ ഒന്ന് വിളിച്ചായിരിക്കാം, പക്ഷെ കിട്ടിയില്ല. പക്ഷെ യേശുപ്പച്ചൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാനുണ്ട്. ഹല്ലേലൂയ. കാരണം എന്റെ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങൾ അതുപോലെ. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ യോഗ്യതയില്ലാത്ത വ്യക്തിയാണ്. ഹല്ലേലൂയ. എന്റെ പിതാവ് പാസ്റ്റർ ജോസഫ് കുരുവിള IPCയിലെ ഒരു സീനിയർ പാസ്റ്ററാണ്. അദ്ദേഹം തന്റെ 24-ാമത്തെ വയസ്സ് മുതൽ, ഞാൻ ആദ്യം വരുന്നതുകൊണ്ട് എന്റെ അനുഭവം ഒന്ന് പറയണമല്ലോ, അദ്ദേഹത്തിന്റെ 76-ാമത്തെ വയസ്സ് വരെ കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങൾ 6 കുഞ്ഞുങ്ങളാ. ആനി, സാം, മേഴ്സി, ഗ്രേസി, ഫിന്നി, ഗ്ലോറി. ഹല്ലേലൂയ. ഏറ്റവും ഇളയ കുട്ടിയാണ് ഞാൻ പലപ്പോഴും എന്റെ പിതാവിനോട് ചോദിച്ചിട്ടുണ്ട്, അച്ചാച്ച എന്തിനാ ഗ്ലോറി എന്നുള്ള പേര് എനിക്കിട്ടെ. അപ്പൊ എന്റെ പപ്പ പറഞ്ഞു, മോളെ നിന്റെ ജീവിതം തിരുനാമ മഹത്വത്തിനായി തീരണം. ഹല്ലേലൂയ ദൈവമക്കളെ. പക്ഷെ എന്റെ ജീവിതത്തില് ഞാൻ ഈ വചനം എടുക്കുവാൻ ലജ്ജിച്ചിരുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാൻ സയൻസ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിച്ച് BS നഴ്സിംഗ് ഒക്കെ പഠിച്ച് വിദേശ രാജ്യത്തൊക്കെ പോകണം, അതൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്റെ പപ്പ കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് കണ്ടാൽ ഞാൻ വഴി മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്ക് നാണക്കേടായിട്ടാ, വേറൊന്നുമല്ല. എല്ലാവരും എന്നെ കളിയാക്കും. എനിക്കൊരു ചമ്മലുള്ള കൂട്ടത്തില. സ്കൂളിൽ ചെല്ലുമ്പോൾ ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഒരു ആൻസർ പറയാൻ മറന്നുപോയാൽ സാർമാരടുത്ത് വന്നിട്ട് പറയും, സ്തോത്രം കർത്താവേ, നിന്റെ ദാസിയുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അപ്പൊ ഒരു വണ്ടി വിട്ടുപോയാൽ പറയും, സ്തോത്രം കർത്താവേ, വണ്ടി വിട്ടുപോയല്ലോ. അങ്ങനെ കളിയാക്കുന്ന ഒരു സമൂഹത്തിലായിരുന്നത് കൊണ്ട് പ്രിയമുള്ളവരെ, ഞാനൊരു പെന്തക്കോസുകാരിയാന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ പറഞ്ഞില്ലേലും അവർക്ക് എന്നെ കാണുമ്പോൾ അറിയാം പെന്തക്കോസുകാരിയാണെന്ന്. ഇങ്ങനെ ആരെങ്കിലും കവലയിൽ നിന്ന് പ്രസംഗിക്കുന്ന കണ്ടാൽ ഞാൻ ദൂരമാണെങ്കിൽ കപ്പക്കാട്ടിൽ കൂടെ ഒക്കെ ചാടി അങ്ങനെ മാറിപ്പോവും. അങ്ങനെ ഈ കർത്താവിനെ പ്രസംഗിക്കാൻ ലജ്ജിച്ചിരുന്ന വ്യക്തിയാണ്. ഒരു പാസ്റ്ററുടെ കുഞ്ഞ, പക്ഷെ എനിക്ക് ലജ്ജയായിരുന്നു പ്രിയമുള്ളവരെ. പക്ഷെ ഈ കർത്താവിന്റെ സ്നേഹത്താൽ എന്നെ ആകർഷിച്ചപ്പോൾ, കർത്താവിന്റെ സ്നേഹത്തിന്റെ വശ്യശക്തി എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ, ഒരു 10-200 കവലെ നിന്നുകൊണ്ട് യേശു രക്ഷകൻ എന്ന് വിളിച്ചു പറയുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ ഇടയാക്കി. എന്റെ അനുഭവം പറഞ്ഞാൽ അത് തന്നെ പറയാൻ 2 മണിക്കൂർ വേണം. ഹല്ലേലൂയ. എന്റെ പായിപ്പാട് ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ കർത്താവിന്റെ വചനം പഠിക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ തോമസ് ഫിലിപ്പ് എന്ന് പറയുന്ന ആ ദൈവദാസനാണ് എന്റെ ശുശ്രൂഷയിൽ ആദ്യ നാളുകളിലെല്ലാം കൈത്താങ്ങൽ തന്ന് എന്നെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഇന്ന് ആ ദൈവദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഹല്ലേലൂയ. എന്റെ വിവാഹത്തിന് ശേഷം എന്റെ ഹസ്ബൻഡ് എബ്രഹാം സാമുവൽ എന്നോടൊപ്പം കടന്നു വന്നിട്ടുണ്ട്. എനിക്ക് 5 മക്കളുണ്ട് കേട്ടോ. ഷാരോൺ, ആരോൺ, യോഹാൻ, അബീഗയിൽ, ഇവാൻ. അതിൽ ആരോൺ എന്ന് പറയുന്ന മോന് യേശുപ്പച്ചന്റെ അടുക്കലുണ്ട്. എന്റെ മൂത്ത മോടെ വിവാഹം കഴിഞ്ഞു. ദൈവം സഹായിച്ചാൽ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ ഒരു വല്യമ്മച്ചിയാകും. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഞാൻ പക്ഷെ ഈ ലോകം വിട്ട് 2006 മാറ്റപ്പെടേണ്ടിയിരുന്നതാ. ഹല്ലേലൂയ. എന്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ കണ്ടുപിടിച്ചതാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അന്ന് എന്റെ മൂത്ത മോൾക്ക് എന്റെ യേശു ഇന്ന് നിങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, അത് പ്രാർത്ഥിക്കണം. ഇന്നത്തെ പകൽക്കാലം എന്റെ ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ അങ്ങയിലുള്ള വിശ്വാസം എനിക്കൊന്ന് വർദ്ധിക്കണം, വിശ്വാസം വർദ്ധിക്കണം. അതൊന്ന് പ്രാർത്ഥിച്ച്, ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഇന്ന് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് എന്താണെന്നറിയാവോ, ഒന്നും ചെയ്യാൻ കർത്താവ് വിശ്വസിക്കേണ്ട പോലെ വിശ്വസിക്കാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ. വിശ്വാസം ഉണ്ടെന്ന് നമ്മൾ പറയും. നമ്മൾ മഴ പെയ്യാതിരിക്കാൻ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കുട കയ്യിലെടുക്കും. അഥവാ ദൈവമേ പെയ്താലോ, നമുക്ക് കർത്താവിനെ വിശ്വസിക്കേണ്ട അളവിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിച്ചേ, അപ്പാ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കണമേ.
അവിശ്വസിക്കരുത് കുഞ്ഞെ. നിന്നോടൊരു വാഗ്ദത്വം ഉണ്ടെങ്കിൽ അവിശ്വസിക്കരുത്. ഒരു പൊട്ടനെ പോലെ കർത്താവിനൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവം നിന്റെ ജീവിതത്തിൽ ചില വൻ കാര്യങ്ങൾ ചെയ്തെടുക്കട്ടെ. ഹല്ലേലൂയ. മുത്തൂറ്റുള്ള ന്യൂറോ സർജൻ KV മത്തായി, ഹല്ലേലൂയ, എന്റെ ബ്രെയിൻ സർജറി പറഞ്ഞതാ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയായിരിക്കാം, ആശാരി ഉപദേശി എന്ന് കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ആശാരി ഉപദേശിയുടെ മരുമകനായിരിക്കുന്ന പാസ്റ്റർ PV സാമുവൽ എന്ന കർത്താവിന്റെ ദാസൻ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അനേക ദൈവമക്കള് എനിക്ക് വേണ്ടി ഉപവസിച്ചു. ഇന്ന് വിവാഹിതയായ എന്റെ മോൾക്ക് 6 or 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് എന്റെ ബ്രെയിനിൽ ആ ട്യൂമർ കണ്ടുപിടിക്കുന്ന പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാൽ അന്ന് ഞാൻ കരഞ്ഞോണ്ട് എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അപ്പാ എന്റെ കുഞ്ഞിനെ 15 വയസ്സ് വരെ വളർത്തുവാനുള്ള ആയുസിനെ എനിക്ക് തരണമേ. ഹല്ലേലൂയ. കാരണം ഒരമ്മ മരിക്കും എന്ന ചിന്ത അവിടെ ഹൃദയത്തിൽ വരുമ്പോൾ അവൾ ഒരമ്മയാണോ ഹല്ലേലൂയ ഓർക്കുന്നത്? ആ പ്രസവിച്ച കുഞ്ഞിനെയാ. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിനെ ആരാ നോക്കുന്നേ? ആ ചിന്ത വന്നിട്ട് എന്റെ ഹൃദയം കലങ്ങുമായിരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ ഒരു ദൂത് പറയട്ടെ. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറഞ്ഞു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ യേശുപ്പായിക്ക് തളർന്നിരിക്കുന്ന ദൈവവൈതലേ, നിരാശപ്പെടുന്ന ദൈവവൈതലേ, നിന്റെ നിരാശയിൽ, നിന്റെ പ്രശ്നത്തിൽ, നിന്റെ പ്രതികൂലത്തിൽ അവന് എന്നോട് സഹതാപമുണ്ട്. ഹല്ലേലൂയ. ഞാൻ പ്രസംഗിക്കുന്ന യേശുപ്പായുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. എന്റെ യേശുപ്പായുടെ പ്രത്യേകത, നമ്മൾ കരയുമ്പോൾ നമ്മുടെ കൂടെ കരയുന്ന ഒരപ്പനാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ വേദന, നമ്മൾ ചിലപ്പോൾ കടന്നു പോകുന്ന മാനസിക നുറുക്കം ഒരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കുഞ്ഞെ, നീ കടന്നു പോകുന്ന ശോധനയുണ്ടല്ലോ, അതേ അളവില് നിന്റെ ഭാരം, നിന്റെ നിന്ന, നിന്റെ ഒറ്റപ്പെടുത്തല്, ചില വാക്കുകളുടെ മുന്നിൽ നീ മുറിയപ്പെട്ടത്, ചെയ്യാത്ത തെറ്റിന് നീ കേൾക്കേണ്ടി വന്ന അപമാനങ്ങള്, ഹല്ലേലൂയ. കുഞ്ഞെ, നീ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നീ വേദനപ്പെടുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ ഇരുന്ന് കരയുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ കണ്ണുനീരോട് നമ്മുടെ കലയിട നനയുമ്പോൾ, ഹല്ലേലൂയ, കുഞ്ഞെ, അറിയുന്ന ഒരു ദൈവമുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ പ്രാരംഭ ദിവസം ദൈവാത്മാവിൽ നിന്നുകൊണ്ട് പറയട്ടെ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. നിന്നെ ഈ ലോകത്തിൽ ആരും അറിഞ്ഞില്ലെങ്കിലും ഉണ്ടല്ലോ, നിന്റെ ഭർത്താവ് നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ മാതാപിതാക്കൾ നിന്നെ അറിഞ്ഞില്ലെങ്കിലും, നിന്റെ സഭയിലെ വിശ്വാസികൾ നിന്നെ അറിഞ്ഞില്ലെങ്കിലും, കുഞ്ഞെ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടല്ലോ. ഇന്ന് പകൽക്കാലം നീ തളർന്നിരിക്കുകയാണോ? ചില വാക്കുകളുടെ മുന്നിൽ മുറിഞ്ഞിരിക്കുകയാണോ? ചില നിന്ദകളാൽ നീ തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? ദൈവാത്മാവിൽ ഈ പ്രാരംഭ ദൂത് പറയാൻ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ഹൃദയത്തിൽ ഒരു കൈവച്ചിട്ടൊന്ന് പറഞ്ഞേ, എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. എന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും എന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പ്രശ്നത്തിൽ കൂടെ, പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ, കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ പറയുക, ഉരുക്കത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഒരാൾ ചോദിക്കുക, നിനക്ക് മാത്രം എന്താ ഈ പ്രശ്നം? നിനക്ക് മാത്രം എന്താ ഈ പ്രതികൂലം? ഹല്ലേലൂയ. ദൈവവൈതലേ, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലുണ്ടല്ലോ, ദൈവത്തിന്റെ കൃപ നിന്നിലേക്ക് പകരാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കുഞ്ഞെ, അധികം മുറിവേറ്റവൻ അധികം എണ്ണ. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിലുണ്ടല്ലോ, ഒരു ദൈവ സാന്നിധ്യം നിനക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. എന്റെ ഒരു കുഞ്ഞിന്റെ മരണം എന്റെ കണ്ണിന്റെ മുന്നിലായിരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ എന്റെ യേശു അപ്പായോട് കരഞ്ഞോണ്ട് ചോദിച്ചു, അപ്പാ എന്ത് തെറ്റ് ചെയ്തിട്ട? ഹല്ലേലൂയ. കുഞ്ഞെ, നീ ഒരു തെറ്റും ചെയ്തിട്ടല്ല. നീ ചില കാര്യങ്ങളിൽ നീ മുറിവേറ്റിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നീ തകർന്നിട്ടുണ്ടെങ്കിൽ, നിന്നിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം പകരാനാ. ഹല്ലേലൂയ. യോഹന്നാൻ ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ അവൻ ചിന്തിക്കും, കർത്താവേ, ഞാൻ എന്താ ഇങ്ങനെ ഒറ്റപ്പെടുന്നേ? എനിക്ക് മാത്രം എന്താ ഈ ഒറ്റപ്പെടല്? എനിക്ക് മാത്രം എന്താ ഈ നിന്ന?
നീ എന്നെ സ്നേഹിക്കുന്നില്ലേ? ഉണ്ട് കുഞ്ഞെ, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് കർത്താവ്, നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു വെളിപ്പാട് പുസ്തകം കിട്ടിയത്. ഹല്ലേലൂയ. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ ഒറ്റപ്പെട്ടത് മൂലമാണ് നമുക്കൊരു വെളിപ്പാട് പുസ്തകം കിട്ടിയതെങ്കിൽ കുഞ്ഞെ, നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ചില കഷ്ടതകൾ നിന്നിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം പകരുവാനായിട്ട് ദൈവം അത് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് വിശ്വസിക്കുവാൻ സാധിക്കും? ഹല്ലേലൂയ. ഒരു നിഗളിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് ദൈവത്തിന്റെ അഭിഷേകം പകരാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് താഴ്മയുള്ളവരോട്, ഹല്ലേലൂയ, ഹൃദയം നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാ. ഹല്ലേലൂയ. കുഞ്ഞെ, ഹൃദയ നുറുക്കത്തിലൂടെ നമ്മൾ കടന്നു പോകണമെങ്കിലുണ്ടല്ലോ, എനിക്ക് പറ്റണില്ല, ഞാൻ ഉദ്ദേശിക്കുന്നിടത്ത് എന്റെ കർത്താവിനെ നിർത്തുന്നില്ല പ്രിയമുള്ളവരെ. ഞാൻ എനിക്കൊന്നും എഴുതി തയ്യാറാക്കി പറയാൻ പറ്റത്തില്ല. എന്റെ അപ്പൻ എന്നെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവുക. ഒരു പക്ഷേ ഇത് നിങ്ങൾക്കുള്ള ദൂത. ഞാൻ എന്റെ യേശുപ്പച്ചന്റെ ഒരു മൈക്രോഫോണോ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പറയുവാൻ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു. എന്റെ അപ്പ എന്റെ മുന്നിൽ നിന്നിട്ട് എനിക്കിങ്ങനെ പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. കുഞ്ഞെ, ഹൃദയം നുറുങ്ങിയൊക്കെ യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ചില ഹൃദയ നുറുക്കങ്ങൾ നമ്മുടെ നന്മയ്ക്കായിട്ട്. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? നിന്നെ ചിലർ വേദനിപ്പിച്ചത്, നിന്നെ ചിലർ ഒറ്റപ്പെടുത്തിയത്, ചില അപവാദങ്ങളിൽ കൂടെ, ചില ഞെരുക്കങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹാഗാർ മരുഭൂമിയിൽ ഉഴന്നു നടന്നു അല്ലെ? അതുകൊണ്ട് അവക്കായിട്ടൊരു നീരുറവ തുറന്നു. ദൈവമേ, ചില സാഹചര്യങ്ങൾ നിനക്കായിട്ട് അടയുന്നത് പോലും, ചില വ്യക്തികൾ നിനക്ക് പ്രതികൂലമാകുന്നത് പോലും, ചിലർ നിനക്കെതിരായിട്ട് സംസാരിക്കുന്നത് പോലും, നിന്റെ ശുശ്രൂഷക്കെതിരായിട്ട് അപവാദങ്ങൾ നീ അറിഞ്ഞും അറിയാതെ പറയുന്നത് പോലും നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിപ്പിക്കുന്ന, ഹല്ലേലൂയ, നിന്റെ ശത്രുവിനെ പോലും നിന്റെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു യേശുവിനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളെ പോലും നമ്മുടെ നന്മയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്ര ജ്ഞാനിയായ, സർവജ്ഞാനിയായ ആ മൊർദെഖായിക്കെതിരായിട്ടൊരു ഹാമാൻ കഴിമരം ഒരുക്കി കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ പ്രാർത്ഥിച്ചേ ഉള്ളൂ പ്രിയമുള്ളവരെ. നമ്മൾ ചിലതിന് മറുപടി പറയാൻ പോകേണ്ട. ഹല്ലേലൂയ. ആ പ്രാർത്ഥന കൊടുക്കുമ്പോഴുണ്ടല്ലോ ദൈവം അവിടെ പ്രവർത്തിക്കുന്നേ. നമ്മൾ ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോകുമ്പോൾ നമ്മുടെ പൊട്ടബുദ്ധിക്കനുസരിച്ചാണ് പരിഹരിക്കുന്നത്. എന്നാൽ കുഞ്ഞെ, ദൈവം നിന്റെ വിഷയങ്ങൾ പരിഹരിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനം അനുസരിച്ചാണ്. ഹല്ലേലൂയ. വചനത്തിൽ എന്നെ കർത്താവ് പറയുന്ന അനുസരിച്ച് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻ ചെയ്ത് പറയാൻ പറ്റത്തില്ല. യേശുപ്പച്ചൻ പറയട്ടെ, യേശുപ്പച്ചൻ സംസാരിച്ചോട്ടെ, അതിങ്ങനെ പറയുന്നത് ഞാൻ പറയുക. ഹല്ലേലൂയ. ഈ എന്റെ അനുഭവത്തിലേക്ക് വീണ്ടും വരിക. അങ്ങനെ എന്റെ ഒരു ട്യൂമറൊക്കെ കണ്ടുപിടിച്ചു. ഹല്ലേലൂയ. എന്റെ കൊച്ചു മോളുടെ വിവാഹം കാണുക. അവരെ ദൈവയ്ക്ക് ആയുസ് തന്നു. അത് എനിക്ക് 9 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ഞങ്ങള് ദീർഘനാളുകൾ സൗദി അറേബ്യയിലായിരുന്നു. എന്റെ ബാക്കി 4 കുഞ്ഞുങ്ങൾ ജനിച്ചത് സൗദി അറേബ്യയിലായിരുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്റെ ഇനി നിനക്കൊരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പക്ഷെ ഒരു കുഞ്ഞുണ്ടായാലും ഒരു ബേബിയെ താങ്ങാനുള്ള ശക്തിയില്ല. സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് എന്നാ പറഞ്ഞു. ഹല്ലേലൂയ. മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, സർവിക്സ് വീക്കാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 450 ഗ്രാമിൽ കൂടുതൽ ബേബിയെ താങ്ങത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഓർത്ത്, കർത്താവേ, ഒരു കുറച്ചൊക്കെ വെയിറ്റ് ഒക്കെ ഉള്ള ഒരു കുഞ്ഞിനെ തരണമേ. പക്ഷെ ഒരു മോനെ പ്രസവിച്ചപ്പോ 4 കിലോ 600 ഗ്രാം ഉണ്ടായിരുന്നു. മക്കളെ, ഈ ഡോക്ടർമാർ അവര് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പറയും കേട്ടോ. ഹല്ലേലൂയ. എന്നോട് പറയും, നീ വേണ്ട, നീ ഒരുങ്ങിക്കോണം. അവര് എന്ന് വെച്ചാൽ കുഞ്ഞ് നഷ്ടപ്പെടും, ഒത്തിരി സന്തോഷിക്കണ്ട. പ്രഗ്നൻസിയിലാ ഡോക്ടർ, മുസ്ലിം ഡോക്ടർ പറയുക, നിനക്ക് വീക്കാ, ബോഡി വീക്കാ എന്നൊക്കെ പറഞ്ഞു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുപോലെ എന്റെ രണ്ടാമത്തെ മോള് ഈ 4 കിലോ 600 ഗ്രാമുള്ള ഒരു ബേബിയുടെ കാര്യം പറഞ്ഞല്ലോ. ആ മോൻ കഴിഞ്ഞ് തൊട്ടടുത്ത ഒരു കുഞ്ഞ്, ഹല്ലേലൂയ, 5 മാസം ഉദരത്തിലായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രിയ സൈച്ചാൻ എന്ന് ഡ്യൂട്ടിക്ക് പോയേക്കോ. എന്റെ ദൈവമക്കള്, ഹല്ലേലൂയ, ഞങ്ങൾക്ക് അവിടെ സൗദി അറേബ്യയിലാണെങ്കിൽ ഞങ്ങളുടെ ഭവനത്തിൽ കൂടിവരവുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥനയ്ക്കുണ്ട്. അവിടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി യാക്കോബ കത്തോലിക്ക എക്യുമെനിക്കൽ കൂടിവരവുകളിൽ പോയി അവിടെ എല്ലാവരും കടന്നു വരും പ്രാർത്ഥനയ്ക്ക്. ഭർത്തോമ്മക്കാർ വരും, കത്തോലിക്ക ഹിന്ദു
എല്ലാം കടന്നു വരുന്ന കൂടി വരവുകളിൽ പോയി എന്റെ കർത്താവിനെ പ്രസംഗിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, ഒളിച്ച് ഇന്ന് ഫ്രീഡം ഉണ്ട്, അന്ന് ഫ്രീഡം ഇല്ലായിരുന്നു. നേഴ്സിംഗ് ഹോസ്റ്റലുകളിൽ പോയി പ്രയർ നടത്തി അങ്ങനെ ആ ദേശത്ത് ഒളിച്ച് ദീർഘനാളുകൾ കർത്താവിന്റെ വേല ചെയ്തു. ഞങ്ങളുടെ ഭവനത്തിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു. എന്നാൽ നാട്ടിൽ വന്ന് ഞാൻ സെറ്റിലായിട്ട് ഞാൻ കുഞ്ഞുങ്ങളും കൂടെ വന്നിട്ട് 4 വർഷം കഴിഞ്ഞു. സഹിച്ചാൻ എന്നാൽ ഇപ്പോഴും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞങ്ങൾ വിസിറ്റിങ്ങിനായിട്ട് പോകും. അങ്ങനെ ആയിരിക്കുന്നു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായിട്ട്. ഹല്ലേലൂയ. ഇന്ന് ആ രാജ്യത്ത് ഫ്രീഡം ഉണ്ട്. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഒരിക്കൽ ഭവന പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സിറിയക്കാരനുണ്ടല്ലോ, ഹല്ലേലൂയ, ഞങ്ങൾ ഇങ്ങനെ ആരാധിച്ചപ്പോൾ ആ സിറിയക്കാരൻ പറഞ്ഞു, താഴെയുള്ള ആ സൗദി സ്ത്രീയോട് പറഞ്ഞു, ഇവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാം ഇവിടെ പ്രാർത്ഥന നടത്തുന്നു. അന്ന് അത് എതിരാ. പക്ഷെ ഇന്ന് അത് കുഴപ്പമില്ല. അവനവന് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന നടത്താനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഈ സൗദി സ്ത്രീ കയറി വന്ന് അറബിയിൽ എന്തോ എന്നോട് പറഞ്ഞു. എനിക്ക് ആകെപ്പാട് 3 അറബി അറിയത്തുള്ളൂ. മാഫി മുഷ്കില, കലാസ്. അത് കൂടുതൽ എനിക്കൊരു അറബി എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവരെന്തോ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ഒരു കണക്കിന് ഞാൻ ഓർത്ത് മനസ്സിലാകാതിരുന്നേ കാര്യമോ, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കത്തില്ലേ പോലീസ് വരുമെന്നൊക്കെ പറഞ്ഞ്, സഹിച്ചാനെ പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ. കാരണം പ്രാർത്ഥന അവിടെ അന്നില്ലായിരുന്നു. എന്നാൽ എന്നോട് പറഞ്ഞു, ഞാൻ സഹിച്ചാന്റെ കയ്യിലോട്ട് ഫോൺ കൊടുത്തപ്പോൾ അവര് പറഞ്ഞു, നിങ്ങളുടെ ഇനിയും പ്രാർത്ഥന നടത്തിയാല് പോലീസിൽ പിടിക്കും എന്നാണ് പറയുന്നതെന്ന്. പക്ഷെ ദൈവമക്കളെ, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവം. ഞങ്ങളുടെ അവിടെ ഹിന്ദുവിൽ നിന്ന് വിശ്വാസത്തിൽ വന്ന രമേശ് എന്ന് പറയുന്ന ഒരു അച്ഛനുണ്ട്. നമ്മുടെ വീട്ടിലല്ലേ പ്രാർത്ഥന നടക്കുന്നത്. അപ്പൊ ഞാൻ ഈ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ശബ്ദം ഇച്ചിരി കുറയ്ക്കണേ, അന്യഭാഷയൊക്കെ പറയുമ്പോ ഒന്ന് ശ്രദ്ധിക്കണേ അച്ഛാ. നമ്മൾ എന്തേലും ഒരു പ്രശ്നമായ അന്യനാടല്ലേ. അന്നേരം പറയുമ്പോ അച്ഛൻ എന്നോട് ചോദിക്കാം, ഗ്ലോറി സിസ്റ്റർ ഏത് ദൈവത്തെ സേവിക്കുന്നത്? അല്ലല്ലോ. ഞാനങ്ങ് പെട്ടെന്നൊരു എന്താ നമുക്ക് പറയാതിരിക്കും, നമ്മുടെ ഭവനമല്ലേ, ഇവരെല്ലാവരും പോകുമല്ലോ. അന്നേരം പറയുമ്പോ ഭയം. സെൻട്രൽ പാസ്റ്ററുടെ മോളല്ലേ, ഞാനൊരു ഹിന്ദുവാ, പക്ഷെ ഞാൻ എന്റെ യേശുവിൽ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സിറിയക്കാരൻ ഓടട്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ നിന്നൊരു കൽപ്പന അങ്ങ് പുറപ്പെടുവിക്കുക. എന്നിട്ട് പറയാം, ഭയവും ഭീരുത്വവും കൊണ്ട് ഒരു സുവിശേഷം വന്ന് ഓടിക്കണം. ഞാൻ പേടിച്ച് പരിക്കാത്ത കയറി. ദൈവമക്കളെ, ആ സിറിയക്കാരൻ അവിടെ നിന്ന് പോയി. ഹല്ലേലൂയ. എന്റെ ദൈവം എത്ര വലിയ ദൈവം. ഹല്ലേലൂയ. എന്റെ സഹിച്ചാന് ഞങ്ങൾ അന്യഭാഷ പറഞ്ഞപ്പോ ആ ഡോറയിൽ അടിച്ചിട്ട് ചീത്ത വിളിച്ചതാ. അപ്പൊ ഒരു പ്രാവശ്യം വന്നിട്ട് ഇബ്രാഹിം എന്ന് പറഞ്ഞ് ഡോറെ മുട്ടിയപ്പോ ഞാൻ ഓർത്ത് കർത്താവെ പിടിച്ചോണ്ട് പോകാൻ തന്നെയാ. 3-4 കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുക. പക്ഷെ അത് കഴിഞ്ഞ് അറിയത്തില്ല കേട്ടോ, ഇദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു കട്ടില് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടിട്ടു. ഇവര് സന്തോഷമായിട്ട് ആ സഹോദരി വന്ന് കെട്ടിപ്പിടിച്ചു, ഉമ്മ ഒന്ന് കരയുന്നു. ഇതെന്താ അവിടെ നടക്കുന്നത് എനിക്ക് അറിയത്തില്ല പ്രിയമുള്ളവര്. നമ്മൾക്ക് പ്രയാസം വന്നിട്ട് പിന്നെ വന്ന് ആ വൈഫ് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്ന് കരയുന്നു നമ്മളെ നോക്കി. ആ താഴത്തെ സൗദി സ്ത്രീ വന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. ഇവിടെ അവിടെ എന്തോ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചേ ഉള്ളൂ. അന്യനാട്ടിലാ. എന്റെ കുഞ്ഞിനുള്ള ഡ്രസ്സ് തയ്ച്ചോണ്ട് വരുന്നു, ഞങ്ങൾക്കുള്ള ഫുഡ് വീട്ടിൽ കൊണ്ടുവെക്കുന്നു. ദൈവമക്കളെ, നമ്മുടെ ദൈവം ആരാ? നമ്മുടെ ദൈവം ആരാ? നമുക്ക് പലപ്പോഴും അറിയത്തില്ല പ്രിയമുള്ളവരെ. നമ്മൾക്ക് ദൈവത്തില് നമുക്കൊരു പ്രശ്നം കടന്നു വരുമ്പോ കർത്താവ് നമ്മളെ എങ്ങനെയൊക്കെയാ സഹായിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതാണ് നമ്മുടെ പരാജയം. അതാ എന്റെ പരാജയം. നമ്മൾ കലങ്ങി പോവാ. എന്റെ കർത്താവേ, ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ശക്തി, ആ ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മൾ പൊട്ടലെ പോലെ ആയിരുന്നേച്ചാൽ പറഞ്ഞാൽ മതി, യേശോപ്പായെ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ പരിഹരിക്കാൻ പോകണ്ട. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറയാം, 2:30 വരെ ഇരുന്ന് ഒരു പ്രശ്നം സംസാരിച്ചു, തീരുന്നില്ല. ഹല്ലേലൂയ. പ്രശ്നം പറഞ്ഞാൽ തീരത്തില്ല പ്രിയമുള്ളവരെ. പ്രശ്നം പറഞ്ഞാൽ വർദ്ധിക്കത്തേ ഉള്ളൂ. പക്ഷെ അപ്പന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തു നോക്കി എല്ലാ പ്രശ്നം, കർത്താവേ നീ ഇത് സോൾവ് ചെയ്യണം. നമുക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഇന്ന് പാൽക്കാലം കുഞ്ഞെ നിന്നെ എന്നാ ബുദ്ധിമുട്ടിക്കുന്നത്? ഏത് കാര്യം ഓർത്താ നീ കൂടെ കൂടെ കരയുന്നേ? അതൊന്ന് കൊടുത്തേ അപ്പന്റെ കയ്യിലോട്ട്. ഹല്ലേലൂയ. ഒന്ന് കൊടുത്തേ. നീ തളർന്നു പോകുവാനുള്ളവളല്ല, നീ ക്ഷീണിക്കുവാനുള്ളതല്ല. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ഹല്ലേലൂയ. നീ കർത്താവിന് വേണ്ടി നിൽക്കുന്നതാ. ഈ സഭയിലുള്ള ദൈവജനം ദൈവത്തിന്റെ ധീര പടയാളികളാ. റോമ സാമ്രാജ്യത്തിലുള്ള ഏത് പൗരനും ഒരു പടയാളിയും കൂടിയായിരുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ഈ സഭയിലുള്ള ദൈവജനം കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കേണ്ട ദൈവത്തിന്റെ പടയാളികളാ. നിങ്ങളെപ്പറ്റി ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. നീ ശക്തി പ്രാപിക്കണം കേട്ടോ. ഹല്ലേലൂയ. നമ്മൾ ശക്തി പ്രാപിച്ചെങ്കിലേ മറ്റുള്ളവരിലേക്ക് പകരുവാൻ കഴിയുകയുള്ളൂ കേട്ടോ. ഈ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യം എന്നതാണെന്നറിയാവോ? ഉയരത്തിൽ നിന്നുള്ള ഒരു ശക്തിയുണ്ട്. ഇന്ന് പകൽക്കാലം നീ അത് പ്രാപിച്ചേ പറ്റത്തുള്ളൂ. ഈ ലൂക്കോസിന്റെ സുവിശേഷം 1
1-35 ഒന്ന് വായിച്ചേ. മറിയയുടെ അടുക്ക ദൂതൻ വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഒന്ന് വായിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. മറിയയുടെ അടുക്ക പറയും, നിന്റെ ഉദരത്തിൽ ഒരു ശിശു ജനിക്കോ എന്നൊക്കെ പറയും. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ സംഭവിക്കുന്നേ? ഹല്ലേലൂയ. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും. ഹല്ലേലൂയ. കുഞ്ഞേ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്നാലുണ്ടല്ലോ, പിന്നെ നീ ഒരു പോഷനെ പോലെ കർത്താവിന് വേണ്ടി ഓടുമെന്ന്, ഈ കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുമെന്ന്. ഹല്ലേലൂയ. ഈ അന്ത്യകാലത്ത് എന്റെ കർത്താവിന് വേണ്ടി പോഷനെ പോലെ നിൽക്കുവാൻ, ഹല്ലേലൂയ, എന്റെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന ചില ധീര വനിതകളെ, ചില ധീര യോദ്ധാക്കളെ ഈ സഭയിൽ നിന്ന് കർത്താവിന് ആവശ്യമുണ്ട്. ജീവൻ കൊടുക്കേണ്ടി വന്നാലും, ഹല്ലേലൂയ, എന്തെല്ലാം വന്നാലും കർത്താവിന്റെ പിന്നാലെ സന്തോഷമായിട്ട് യാത്ര ചെയ്യുന്ന ചില ധീര പടയാളികളെ, ഹല്ലേലൂയ, അത്യുന്നതന്റെ. അവള് വേറെ നിന്നെയൊന്നും ഓർത്തില്ല. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ വിവാഹത്തിന് മുന്നേ ഒരു കുട്ടി ജനിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപമാനമാണല്ലേ. എന്നാൽ അവൾ ആ നിന്ന പോലെ സഹിക്കുവാൻ തയ്യാറായി. പ്രിയമുള്ളവരെ, അവളുടെ വിവാഹമൊന്നും അവക്കൊരു പ്രശ്നമല്ലായിരുന്നു. ഹല്ലേലൂയ. ഒരു കർത്താവിന് ഉദരത്തിൽ ജന്മം കൊടുക്കുവാൻ വേണ്ടി അവളുടെ ഭർത്താവ് പോലും അവളെ ഉപേക്ഷിക്കുമെന്നുള്ള നിന്ന അവൾ സഹിക്കുവാൻ തയ്യാറായി. നമ്മൾ തയ്യാറാകുന്നുണ്ടോ? നമുക്ക് ത്യാഗം സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. എനിക്ക് പറ്റുമോ? ഒരിടത്തേക്ക് എന്നെ ഇപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നെ പൂർണ്ണ സന്തോഷത്തോടെ സഹിച്ചാൻ പറയുന്നത്, നീ എല്ലായിടത്തും പോകണം കർത്താവിന് വേണ്ടി. കാരണം എന്നെ വിടുവിച്ച വിധം അത് എന്റെ കർത്താവ് സഹിച്ചാൽ അറിയാം. എല്ലായിടത്തും കൊണ്ടുപോകും കേട്ടോ. ഹല്ലേലൂയ. എവിടെ വേണമെങ്കിലും പോക്കോ. ഹല്ലേലൂയ. എനിക്കൊരു വാഹനവും വാങ്ങിച്ചു തന്നു. ആരെ കൂട്ടി, എന്റെ കുഞ്ഞുങ്ങളെ കൂട്ടി ഒക്കെ കർത്താവ് വായിക്കുന്നിടത്ത് ഒരു സന്തോഷക്കുറവില്ല. ഹല്ലേലൂയ. കാരണം ആ മറിയുണ്ടല്ലോ, അവൾ അന്ന് ഓർത്തില്ല യോസേഫ് ഉപേക്ഷിക്കുമെന്ന് അവൾക്ക് അറിയാം. പക്ഷെ അവള് പറയാം, നിന്റെ ഹല്ലേലൂയ, ദൈവത്തിന് നിന്നെ പറ്റി ചില പദ്ധതികളുണ്ട്. നീ ഇങ്ങനെ വെറുതെ ഒരു ഉഴപ്പ് ജീവിതത്തിൽ, ഒരു പൊത്തൊരുത്ത ജീവിതത്തിൽ പോവേണ്ടതല്ല കേട്ടോ. ഹല്ലേലൂയ. ആത്മഭാരത്തോടെ, ആത്മവേദനയോടെ പറയട്ടെ, ദൈവത്തിന് നിന്നെ പറ്റി ചില പദ്ധതികളുണ്ട്. ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, നിന്റെ സമ്പൂർണ്ണ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണമേ. കുഞ്ഞേത് 50 വയസ്സോ 60 വയസ്സോ 70 വയസ്സോ, നിന്റെ പ്രായം ദൈവത്തിന് പ്രശ്നമല്ലെന്ന്. നിന്നെ പറ്റി ചില കാര്യങ്ങൾ നിന്നിലൂടെ ദൈവത്തിന് ചെയ്തെടുക്കാനുണ്ട്. നിന്നിലൂടെ ചിലർ ഈ ആലയത്തിലേക്ക് വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. നെഞ്ചിലൊരു ഭാരം എടുത്തത് വെച്ചതുപോലെ ഞാൻ പറയട്ടെ, കുഞ്ഞെ, നിന്നിലൂടെ ദൈവത്തിന്റെ ചില പദ്ധതികൾ ഇനി നിറവേറാനുണ്ടെന്ന്. ഈ കോവിഡ് വന്നു നീ മരിക്കേണ്ടതായിരുന്നു. മരണകരമായ പല രോഗങ്ങളും നിന്നെ വിട്ട് കടന്നുപോയി. മരണപ്പെടേണ്ട സാഹചര്യങ്ങൾ കഴിഞ്ഞുപോയി. എന്തിനാണ് ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നതെന്ന് അറിയാമോ? അവന് നിന്റെ മേലുള്ള പദ്ധതി പൂർത്തീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. മരണം അവിടെ കർത്താവിന് നിന്നെ പറ്റി അത് പൂർത്തീകരിച്ചെടുക്കണം. അപ്പോസ്തലനായ പൗലോസിനോട് പറയുന്ന പോലെ, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ പറ്റിയുള്ള പദ്ധതി പൂർത്തീകരിക്കാതെ എടുക്കുവാൻ ഇടയാകല്ലേ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന് ഓരോ വ്യക്തി ജീവിതങ്ങൾ, ഈ സഭയിലിരിക്കുന്ന ഇവിടുത്തെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ, ഹല്ലേലൂയ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കപ്പെടേണ്ടവരാ. ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. അതിനുവേണ്ടി ഇന്ന് പകൽക്കാലം ഒന്ന് സമർപ്പിച്ചേ. ആ മറിയ സമർപ്പിച്ചതുപോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, ദൈവസന്നിധിയിൽ നിങ്ങളൊന്ന് സമർപ്പിച്ചേ. ഹല്ലേലൂയ. കർത്താവ്, ഈ ലോകം ഒരു വഷളത്വം നിറഞ്ഞ കാലഘട്ടമാണ് മക്കളെ. ഹല്ലേലൂയ. പ്രാർത്ഥനയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിൽക്കുവാൻ പറ്റുകയുള്ളൂ. ഏത് തരത്തിൽ നമ്മളെ നശിപ്പിക്കണം, ഏത് തരത്തിൽ നമ്മളെ ഇല്ലായ്മ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാ ലോകം, ജഡം, പിശാച്. ഏത് സമയത്തും ഒരു ദൈവമായി തന്നെ വിഴുകുവാൻ വായു പിളർന്നു നിൽക്കുന്ന ദുഷ്ടനായ പിശാച് ഒരു വശത്ത്, മറുവശത്ത് നാം അറിയാതെ തന്നെ വഴുതി വീഴുവാനിടയുള്ള ലോകം. ഹല്ലേലൂയ. ഇതിന് രണ്ടിനും മധ്യേ നമ്മുടെ സന്തത സഹചാരിയായിരിക്കുന്ന ജഡമെന്ന ഭീകര ശത്രു ഈ ത്രിവിധ വൈരികളെ തോൽപ്പിച്ച് അവയുടെ മേൽ വിജയം ഉറപ്പാക്കണം. കുഞ്ഞുങ്ങളെ,
വഴിതെറ്റിക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു മൊബൈൽ, ഒരു ടച്ച് ഫോൺ അല്ലേ, ഇങ്ങനെ തോണ്ടി 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 ഹല്ലേലൂയ. ഇന്നലെ ഉച്ചയും കുത്തിച്ച് നരകത്തിലേക്ക് വീഴാതിരുന്നാ മതിയായിരുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന അവരുടെ ആത്മീയ പ്രായമുള്ളവരെ പോലും അവരുടെ ആത്മീയ ജീവിതത്തിന്റെ പ്രാർത്ഥനയുടെ വചന ധ്യാനത്തിന്റെ നല്ലൊരു പങ്ക് ഈ മൊബൈൽ ഫോൺ അപഹരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തില് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവമക്കളെ, ഈ മറിയയുടെ അടുക്കലേക്ക് നമുക്ക് വരാം. അത്യുന്നതന്റെ ശക്തി, ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി നമ്മുടെ മേൽ നീളണമെങ്കിലുണ്ടല്ലോ, നമ്മൾ അത്യുന്നതന്റെ മറവിലൊന്ന് വസിക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. He that dwelleth in the secret places, ഹല്ലേലൂയ, അത്യുന്നതന്റെ മറവിലൊന്ന് വസിക്കാൻ ഒന്ന് പ്രാർത്ഥിച്ച അപ്പാ, എന്റെ പ്രാർത്ഥനാ ജീവിതം ഒന്ന് വർദ്ധിപ്പിക്കുന്ന, എന്റെ കണ്ണുനീരൊന്ന് വർദ്ധിപ്പിക്കുന്ന അപ്പന്റെ മറവിൽ വസിക്കുവാൻ, അപ്പന്റെ മറവിനോട് ചാരിയിരിക്കുവാൻ കർത്താവ് നിന്റെ ഇന്ന് ഈ പ്രാർത്ഥനാ ജീവിതം പോരാ, ഈ ആരാധനാ ജീവിതം പോരാ, ഈ വചന ധ്യാനം പോരാ. ഹല്ലേലൂയ. മണിക്കൂറുകൾ മണിക്കൂറുകൾ. ഹല്ലേലൂയ. ഒരു ഭക്തൻ പറയുക, ഞാൻ വളരെ തിരക്കുള്ള വ്യക്തിയായതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ആദ്യത്തെ 4 മണിക്കൂറുകൾ എന്റെ കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്നു. നമ്മളൊന്ന് ചിന്തിച്ച്, 24 മണിക്കൂർ നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുള്ളത്, എത്ര മണിക്കൂറുകൾ ആത്മാർത്ഥമായി നമ്മുടെ കർത്താവിന് വേണ്ടി കൊടുക്കാൻ പറ്റുന്നുണ്ട്? ഒന്ന് ചിന്തിച്ച്, നെഞ്ചിലൊന്ന് കൈവച്ചിട്ടൊന്ന് ചിന്തിച്ച്, ഓരോ സെക്കൻഡിനും ഹല്ലേലൂയ എന്റെ കർത്താവിന്റെ ഭാരം ഞാൻ ഏറ്റെടുത്ത് പറയുക പ്രിയമുള്ളവരെ. ഓരോ സെക്കൻഡിനും നമ്മൾ ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാ. ഹല്ലേലൂയ. എത്ര നേരം നമുക്ക് ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ, അവന്റെ മറവിൽ നമുക്ക് അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഒന്ന് ഇരിക്കാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ. അവൻ നമ്മളിലേക്ക് കൃപ പകരുവാൻ തുടങ്ങുമ്പോഴേക്കും ആ പായൽ എഴുന്നേറ്റ് പോകുന്ന സ്വഭാവമല്ലേ നമുക്ക്. ഹല്ലേലൂയ. ആത്മഭാരത്തോടെ, ആത്മവേദനയോടെ കുഞ്ഞെ, നിന്നിലേക്ക് ദൈവത്തിന് ചില കൃപകള്, ദൈവത്തിന് ചില അതിനെ മറ്റുള്ളവരുടെ ചില ജീവിത രഹസ്യങ്ങളൊക്കെ വെളിപ്പെടുത്തി ആ ഭവനത്തിലേക്ക് പ്രാർത്ഥനയോടെ ചെന്ന് അവരെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുക. പണ്ട് ഭക്തന്മാരുണ്ടായിരുന്നു, അവര് പ്രാർത്ഥനയിൽ പോരാടുമായിരുന്നു. പ്രാർത്ഥനയിൽ പോരാടുമ്പോൾ അവരെ ദൈവം കാണിക്കും, ഇന്ന ഭവനത്തിൽ ഒരാൾ ആത്മഹത്യക്ക് ഒരുങ്ങിയിരിക്കുന്നു, നീ ആ ഭവനത്തിലേക്ക് ചെല്ലുക. ഹല്ലേലൂയ. സഹോദരിമാരെ, നിങ്ങളെ ചിലരെ ദൈവം ചില നിയോഗങ്ങൾ തരികയാ. ഹല്ലേലൂയ. മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഹല്ലേലൂയ. എന്റെ പ്രഷർ 24 വരെ താണതാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ ശരീരത്തിൽ ഞാൻ എന്തായി നിത്യതയുടെ കാര്യം ഇത്രയും പറയുന്നത്? ഇതിപ്പോ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ പല ചോദ്യങ്ങളാകും. അതെങ്ങനെയെന്ന് ഞാൻ അറിയുന്നില്ല പ്രിയമുള്ളവരെ. എന്റെ ശരീരത്തിൽ നിന്നും ഒരു ഭാഗം ഇങ്ങനെ പറഞ്ഞു മാറി ഒരു സന്തോഷ സ്ഥലത്ത് ഒരു കുറച്ച് നേരം, കുറച്ച് സെക്കൻഡുകൾ. ഹല്ലേലൂയ. കുഞ്ഞിന് ഒരു നിത്യഭവനമുണ്ട്. വേറെ ഒരു കർത്താവിന്റെ മുഖമൊന്നും ഞാൻ കണ്ടില്ല. ഒരു നിത്യഭവനം നമുക്കുണ്ട്. ഈ ലോകത്തിൽ നമുക്ക് എന്ത് നഷ്ടമായാലും ഒരു നഷ്ടമല്ല. ഞാൻ എന്തുകൊണ്ട് ഇത് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുന്നത് അറിയാവോ? പക്ഷെ നമ്മുടെ നിത്യത നഷ്ടമാകല്ലേ. നമ്മൾ ഓടിയതും അധ്വാനിച്ചതും വൃഥാവാകല്ലേ. ഒരു നിത്യഭവനത്തിനായിട്ട് ഒരുങ്ങണം പ്രിയമുള്ളവരെ. കർത്താവ് ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ ആ മധ്യാകാശത്തിൽ വരുമ്പോ, ഇവിടെ കയറി വരുവീരെന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ, ആ കാഹളത്തിൽ എനിക്കും നിനക്കും ഒന്നും പൊങ്ങുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, നമ്മുടെ പാദങ്ങളൊന്നും ഉയരുവാൻ കഴിഞ്ഞില്ല എങ്കിൽ, ഞാനും നീ എത്രയോ ഹതഭാഗ്യരാ. ആരോ ഏതെങ്കിലുമുള്ള ഒരു ചെറിയ പിണക്കം, ഒരു ചെറിയ വിദ്വേഷം, എന്തെങ്കിലും പറഞ്ഞു തീർക്കുവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തീർക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ക്രമീകരിക്കേണ്ട വശങ്ങൾ നമ്മൾ ക്രമീകരിച്ചു കഴിയുമ്പോൾ ആ കർത്താവിന്റെ കൃപ നമ്മളിലേക്ക് ചില വെളിപ്പാടുകൾ, ചില ദർശനങ്ങൾ ഒക്കെ കർത്താവ് നൽകി തരാൻ ആഗ്രഹിക്കുക. അവന്റെ നമുക്ക് അവന്റെ പാദപീഠത്തിൽ, നമുക്കറിയാം സഹോദരിമാർക്ക് ഒത്തിരി ജോലി കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. എനിക്കറിയാം, ഒരു 3-4 കുഞ്ഞുങ്ങളുടെ മമ്മിയാകുമ്പോ
അങ്ങനെയൊക്കെ ഞാൻ എന്റെ ഹസ്ബൻഡ് അവിടെ സൗദിയിൽ വെച്ച് ഒരു സൺഡേ സ്കൂൾ നടത്തുമായിരുന്നു. ഞാൻ ഡെലിവറി ഒന്നും കഴിഞ്ഞ് കിടന്നിട്ടില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. 10-15 ദിവസമുള്ളപ്പോൾ സഹിച്ചാൻ പറഞ്ഞു നമുക്കൊരു പ്രാർത്ഥനയ്ക്ക് പോകാം. ഹല്ലേലൂയ. ഞാൻ പോയി ആ കുഞ്ഞിനെ പിടിച്ച് ആ ഒരു കോർണറിലിട്ട്, ഒരു സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നു, ആ കുഞ്ഞിനെ ഒരു കോർണറിലിട്ടിട്ട് ഹല്ലേലൂയ സൺഡേ സ്കൂൾ പഠിപ്പിച്ചു. പ്രിയമുള്ളവരെ, ദൈവം ഇത്രേ എല്ലാരും പറയും നടുവിളകും, നടുപോകും, അപ്പനറിയാതെ ഒന്നും സംഭവിക്കത്തില്ല കേട്ടോ. ഹല്ലേലൂയ. യേശുപ്പേറെ കിടന്നിട്ടൊന്നുമില്ല കേട്ടോ. ഹല്ലേലൂയ. ആരും താങ്ങാനും കരുതാനും ഇല്ലായിരുന്നു പ്രിയമുള്ളവരെ. അവരപ്പ എന്നാൽ അന്യദേശത്ത് ദൈവം എനിക്ക് വേണ്ടി കരുതി. ഹല്ലേലൂയ. ദൈവം നടത്തി എന്നുള്ളതല്ലാതെ ഒന്നും പറയുവാനില്ല പ്രിയമുള്ളവരെ. ഓപ്പറേഷൻ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ അവസ്ഥകള്, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം അറിയുന്ന ദൈവ സ്വർഗത്തിൽ ജീവിക്കുന്നു. പരിശുദ്ധ ഹല്ലേലൂയ. 2011 എനിക്ക് പെട്ടെന്ന് ഒരു തലവേദനയൊക്കെ വന്നപ്പോ ഹസ്ബൻഡ് ഓർത്തു ഒന്ന് കൊണ്ട് സ്കാൻ ചെയ്യാം, ഇനി തലയുടെ വല്ല എന്തെങ്കിലും പഴയ കണ്ടുപിടിച്ച ട്യൂമറിന്റെ. ഹല്ലേലൂയ. സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ എന്റെ ബ്രെയിൻ MRI സ്കാൻ ചെയ്യുമ്പോൾ വർഷങ്ങൾക്ക് മുന്നേ കണ്ടുപിടിച്ച ട്യൂമർ അവിടെ ഇല്ല പ്രിയമുള്ളവരെ. എന്റെ ദൈവത്തിന് ഒരു വാക്ക് മതി പ്രിയമുള്ളവരെ. ഈ ലോകത്തിലുള്ള ഒരു സർജൻ, ന്യൂറോ സർജൻ സർജറി ചെയ്യുമ്പോൾ പറയുന്നത് സൈഡ് എഫക്ട് ഉണ്ട്. എന്നാൽ എന്റെ അപ്പൻ നിന്റെ ശരീരത്തിൽ ഒരു പണി ചെയ്താലുണ്ടല്ലോ അതിനൊരു സൈഡ് എഫക്ട് ഇല്ല. ശരീരത്തിന്റെ കേടുപാടുകളെ തീർക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്, നിന്റെ ശരീരത്തിന്റെ കുറവുകളെ പരിഹരിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. നമുക്കൊരു വേദഭാഗങ്ങൾ വായിക്കാൻ നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം ഒന്ന് എടുക്കണമേ. ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണമേ. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള ഭാഗങ്ങൾ 20 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ. ഞാൻ അതാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് ഇവിടെ കടന്നു വന്നത്. നെഹെമ്യാവ് 2-ാം അധ്യായം. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത്രയും അങ്ങ് കൂട്ടിക്കൊണ്ട് പോയത് കൊണ്ട് അത് കരുതി വന്നാലും അപ്പം പറഞ്ഞ വന്ന പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. ആ ചങ്ക് പടച്ചോണ്ടിങ്ങനെ ഇരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് സമാധാനമാകത്തുള്ളൂ കേട്ടോ. ഹല്ലേലൂയ. നെഹെമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന്റെ കൈ എന്നിൽ അനുകൂലമായിരുന്നതും രാജാവിനോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഓരോന്യനായ സഞ്ചലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ദേശവും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്ത ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവരുടെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ഹല്ലേലൂയ. ഈ സഭയോടുള്ള ബന്ധത്തിൽ പറയുക, ദൈവം നിങ്ങളെ ചില ദൗത്യം ഏൽപ്പിച്ചിരിക്കുക. ദൈവത്തിന്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണി. ഹല്ലേലൂയ. മനുഷ്യനല്ല പ്രിയമുള്ളവരെ. ആരാ പണി നടത്തിക്കുന്നതെന്നറിയാം നിന്നെ കൊണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം. മനുഷ്യനല്ല, മനുഷ്യ സാഹചര്യങ്ങളല്ല. ഹല്ലേലൂയ. ദൈവത്തിന് ചില പദ്ധതികൾ നിന്നെ പറ്റിയുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞു, അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞ് നെഹെമ്യാവ് രാജധാനിയിലായിരിക്കുന്നത്. പക്ഷെ യെരൂശലേമിന്റെ ഇടിവുകളെ ഓർത്ത് കരയുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ദൈവത്തിലെ നീ നല്ല കാര്യങ്ങളൊക്കെ ചിലപ്പോ ഓക്കെ ആയിരിക്കാം, പക്ഷെ ദൈവം നിന്നെ പറ്റിയുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. എസ്തേറേ, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാല് യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥാനത്ത് നിന്ന് പുനരുത്ഥാനവും രക്ഷയുണ്ടാകും. ദൈവം നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യാതിരുന്നാല് ദൈവം വേറെ ആരിലൂടെ ചെയ്തെടുക്കും. പക്ഷെ നഷ്ടം നിനക്കാം. നീ കർത്താവിന് വേണ്ടി ഓടേണ്ടവളാ. കർത്താവിന് വേണ്ടി ഓടേണ്ട ഒരു ദൈവ സഭയായത്. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യാതിരുന്നാലുണ്ടല്ലോ, കൃഷ്ണനും ഗോപാലനും അവരൊക്കെ ഈ കർത്താവിനെ പ്രസംഗിക്കും. യേശു ദൈവമാണെന്ന് പറയും. ഹല്ലേലൂയ.
യേശു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരിടത്ത് പോയി കേട്ടോ. ഹല്ലേലൂയ. BJP-ക്കാരും RSS-കാരും ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ അവരിങ്ങനെ ശാന്തമായിട്ട് നിൽക്കുക. ഒരു കള്ളുകൂടിയൻ ആടിയാടിയാണേലും അടിച്ചിട്ട് ആന്റി കാറെ വന്ന് തട്ടിട്ട് പറയാം, ആന്റിയെ നാളെ വന്ന് പ്രസംഗിക്കണേ, എനിക്ക് ഇഷ്ടപ്പെട്ട് പ്രസംഗം കേട്ടോ. പുള്ളി നല്ലതായിട്ട് പറയാം, ദൈവമുണ്ട്, യേശു സത്യദൈവം. പുള്ളി കാലേ നിൽക്കാൻ പറ്റുന്നില്ല, യേശു ദൈവമാണേ. അവനും ബോധ്യം വന്നു. കുടിച്ച് അവനും പറഞ്ഞു, ദൈവത്താ കഴിയാത്ത ഒന്നുമില്ലേ എന്ന് അവനും പറയുക. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്നിട്ട് പറയുമ്പോ നാളെ വരണേ ആന്റി. ഹല്ലേലൂയ. ഞാൻ അറിയുവാനിടയായത് ആ കൺവെൻഷൻ കഴിഞ്ഞ് ആ ലാസ്റ്റ് ഡേ BJP RSS എല്ലാരും കൂടെ ചേർന്ന് കൺവെൻഷൻ വന്ന് എല്ലാവർക്കും ഫുഡ് കൊടുത്തു. നമ്മുടെ ദൈവം ആരാ പ്രിയമുള്ളവരെ? മുസ്ലിംസും എല്ലാരും കൂടെ ചേർന്ന്. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കും, ഞാൻ പറഞ്ഞു യേശു ഒരാളുടെ ദൈവമല്ല. ഹല്ലേലൂയ. സർവ്വ ജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം എന്റെ യേശുവിന്റെ ജനത്തിൽ. ഹല്ലേലൂയ. നിസ്തുലനായി കർത്താവിനെ പ്രസംഗിച്ചു കേട്ടോ. ഹല്ലേലൂയ. എന്റെ യേശു ജനനത്തിൽ നിസ്തുലനാ. എന്റെ യേശു അത്ഭുത മന്ത്രിയാ. അവൻ വീരനാ ദൈവമാ. അവൻ നിത്യപിതാവാ. അവൻ സമാധാന പ്രഭുവാ. ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ ജീവിതത്തിൽ നിസ്തുലനാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി. ഹല്ലേലൂയ. എന്റെ യേശു മരണത്തിൽ നിസ്തുലനാ. ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ മരണത്തിൽ അവർ ഭൂമിയിൽ ഒരു കുലുക്കമൊക്കെ ഉണ്ടായി കേട്ടോ. പാറകളൊക്കെ അങ്ങ് പിളർന്നു. ഹല്ലേലൂയ. എന്റെ യേശുവിന് പകരം വെക്കാൻ ആരുണ്ട് പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. ഈ കർത്താവിനെ പ്രസംഗിക്കുന്നത് ഒരു ഭാഗ്യമാണ്. യേശു ലോകരക്ഷകനാന്ന് വിളിച്ചു പറയാൻ പറ്റുന്നത് ഒരു ഭാഗ്യമാണ് പ്രിയമുള്ളവരെ. ദൂതർക്ക് പോലും പറയാൻ അവകാശമില്ലാത്ത ഒരു ഭാഗ്യമാണ് ദൈവം നമുക്ക് തന്നത്. ഈ ഭാഗ്യം നീ ഏറ്റെടുക്കണം. ഈ ദൗത്യം നീ ഏറ്റെടുക്കണം. ഈ ചങ്ങനാശ്ശേരി ഈ സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ട് വന്നതാ പ്രിയമുള്ളവരെ. ഇവിടെ നിങ്ങളെ പറ്റി, ഈ ദേശത്തിന്, ദൈവത്തിന് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. ദേശം ചുറ്റിയൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കുക. നിങ്ങൾ വണ്ടിയൊക്കെ സ്ലോ ചെയ്തു പോയി. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഒരു കുഞ്ഞെന്നോട് പറയും, ആന്റി വണ്ടി ഇങ്ങനെ പതുക്കെ പാർക്ക് ചെയ്ത് ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചോണ്ട് പോവാം. കർത്താവേ, ഈ ഭവനത്തെ ഇടപെടണമേ. നിന്റെ പ്രാർത്ഥന ഒരിക്കലും വൃഥാവായി തീരത്തില്ല. ഹല്ലേലൂയ. ഒരു സുവിശേഷ വേലയ്ക്കുള്ള ഒരു ആഹ്വാനമാ. എന്തോ അത് വീണ്ടും വീണ്ടും ദൈവം ഇങ്ങോട്ട് പറഞ്ഞു. നിങ്ങളെ പറ്റി ദൈവം അത് ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ മറിയെ പോലെ ഒന്ന് സമർപ്പിച്ച്. ഹല്ലേലൂയ. ഇവിടെ നെഹമ്യാവിങ്ങനെ മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുക കേട്ടോ. ഒരു ശൂന്യതയാ പ്രിയമുള്ളവരെ. തീ വെച്ച് ചുട്ട് കിടക്കുക. പക്ഷെ അവിടെ നിന്നുകൊണ്ട് ഹല്ലേലൂയ കാർമേഘത്തിന്റെ ഉള്ളിലും ഒരു മിന്നുന്ന സൂര്യശോഭ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരും. വിശ്വാസി വന്നാൽ പിന്നെ പ്രശ്നമില്ല, പ്രതികൂലമില്ലെന്ന് ഞാൻ പറയത്തില്ല പ്രിയമുള്ളവരെ. കഷ്ടതയുണ്ട്, വേദനയുണ്ട്, പ്രയാസങ്ങളുണ്ട്, നിന്ദകളുണ്ട്, അപമാനങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസ പടകിനെ തകിടം മറിക്കുവാൻ തക്കവണ്ണം പ്രശ്നങ്ങൾ കടന്നു വരും പ്രിയമുള്ളവരെ. അന്നേരം ഒരു പാട്ട് പാടണം കേട്ടോ. ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഒരു നാൾ ഹല്ലേലൂയ ആ നെഞ്ചിലോട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പറഞ്ഞേ. ഒരു കൈ ശബ്ദത്തിലേക്ക് ഉയർത്തി. ഒരു നാളും എന്നെയും ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെയും ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഒരു തീരുമാനമെടുക്കാവൂ. എന്തെല്ലാം വരട്ടെ, പ്രശ്നങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, അപ്പാ ഞാൻ നിന്നെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല. ഹല്ലേലൂയ. ആ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഒന്ന് നോക്കിയേ. കർത്താവേ ഹല്ലേലൂയ
അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിക്കണമേ. ഞങ്ങൾ ആ നെഹമ്യാവ് പ്രാർത്ഥിക്കുക, പാപങ്ങൾ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാനും ദൈവമക്കളെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് അപ്പുറത്തിരിക്കുന്ന മറിയാമ്മ ചേർത്തിയുടെ അവർ ആ ചേട്ടന്റെ ആരെയും അങ്ങനെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമേ. നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാ പ്രിയമുള്ളവരെ. പക്ഷെ നമ്മളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ വേറൊരാളെ കുറ്റം കണ്ടുപിടിച്ച നടക്കത്തില്ല പ്രിയമുള്ളവരെ. നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ ഞാൻ പറയും എനിക്ക് തെറ്റുപറ്റി ഹല്ലേലൂയ. ഞാനും എന്റെ പിതൃഭവനും പാപം ചെയ്തിരിക്കുന്നു ഹല്ലേലൂയ. ഉണർവിന്റെ ആദ്യത്തെ പടി അതാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ തെറ്റുകളെ പറ്റി നമുക്കൊന്ന് ബോധ്യം വരട്ടെ. പിശാച് പലപ്പോഴും ആ ബോധ്യം വരുത്തത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ തെറ്റുകളെ പറ്റിയാ നമുക്ക് ബോധ്യം വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എന്റെ തെറ്റിനെ പറ്റി എനിക്കൊരു ബോധ്യം തരണമേ. എന്നിൽ എന്താ വീഴ്ച, എന്റെ പ്രാർത്ഥനാ ജീവിതം, എന്റെ ആരാധനാ ജീവിതം. ഹല്ലേലൂയ. നമ്മളിങ്ങനെ ഓട്ടക്കളത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പുറത്ത് മറിയാമ്മ ചേട്ടത്തെയും ചാക്കോ ചേട്ടനും ഒക്കെ നിൽക്കുക. അയ്യോ, ചാക്കോ ചേട്ടന് വേണമെങ്കിൽ ഇച്ചിരി സ്പീഡിൽ ഓടായിരുന്നു, മറിയാമ്മ ചേട്ടത്തിക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടെ കൈ കൂട്ടി അടിക്കായിരുന്നു. ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്ന നീ ലക്ഷ്യത്തിൽ എത്തത്തില്ല കുഞ്ഞേ. ഹല്ലേലൂയ. നീ ചിന്തിക്കുക, കർത്താവേ എന്റെ സഭയുടെ അനുഗ്രഹത്തിനായിട്ട് എന്റെ പ്രാർത്ഥനാ ജീവിതം, ഹല്ലേലൂയ, എന്റെ സഭയ്ക്കായിട്ട് ഞാൻ 1 മണിക്കൂർ കരയുന്നുള്ളൂ. എന്റെ സഭയുടെ അനുഗ്രഹത്തിനായിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. നമ്മുടെ സഭയുടെ അനുഗ്രഹത്തിനായിട്ട് 1 മണിക്കൂറെങ്കിലും ദിവസം കരയുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ പ്രിയമുള്ളവരെ. 1 മണിക്കൂർ കർത്താവേ എന്റെ സഭയെ അനുഗ്രഹിക്കണമേ, എന്റെ കർത്താവിന്റെ ദാസനെ അനുഗ്രഹിക്കണമേ എന്ന് മുഴങ്കാലിൽ നിന്ന് കരയുവാൻ നീ തയ്യാറായുണ്ടല്ലോ. ചിന്തിക്കാത്ത ചില ഹല്ലേലൂയ, നീ പോലും ചിന്തിക്കാത്ത ചില ഹല്ലേലൂയ, ചില വീടുകളിൽ നിങ്ങൾക്ക് നടക്കുവാനിടയായി തീരുന്നുണ്ട്. അവര് പ്രാർത്ഥിച്ചില്ല, ഇവര് പ്രാർത്ഥിച്ചില്ല, അവര് കൈകൊട്ടിയില്ല, ഇവര് കൈകൊട്ടിയില്ല, ആരും പ്രാർത്ഥിച്ചില്ലെങ്കിലും ഹല്ലേലൂയ എന്റെ കുഞ്ഞെ നിന്നെയാ ദൈവം ഉത്തരവാദിത്തം ഏൽപ്പിച്ചേക്കുന്നേ. ഹല്ലേലൂയ. എസ്തേറേ നിന്നെയാ ദൈവം ഏൽപ്പിച്ചേക്കുന്നേ. ഹല്ലേലൂയ. യഹൂദ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ട് ദൈവം നിന്നെയാ കണ്ടിരിക്കുന്നത് കുഞ്ഞെ. ഹല്ലേലൂയ. അത് പകരം വെക്കാൻ, നിനക്ക് പകരം വെക്കാൻ ദൈവത്തിന് വേറെ ഒരാളില്ലെന്ന്. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്തേ മതിയാകൂ. ഇനി കൂടുതൽ ഇത് പറയുന്നത് ചങ്കുപൊട്ടിയാ പ്രിയമുള്ളവരെ പറയുന്നത്. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ച കാര്യം നീ ചെയ്യണം. ഹല്ലേലൂയ. നിനക്ക് ഈ സഭയോടുള്ള ബന്ധത്തിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നിനക്കൊരു വിളിയുണ്ട്. ഹല്ലേലൂയ. ഉന്നത വിളിയാൽ ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ നെഹമ്യാവ് പറയുക, ഞങ്ങൾ നിന്നോട് ഏറ്റവും ദോഷം പ്രവർത്തിച്ചു, ഏറ്റവും അശ്രദ്ധമായി പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഇവിടെ നമ്മുടെ മക്കളെ ദൈവത്തിന്റെ കൽപ്പനയെ നമ്മൾ നിന്നാലുണ്ടല്ലോ, ദൈവത്തിന്റെ പ്രമാണത്തിൽ നമ്മൾ നിന്നാലുണ്ടല്ലോ, പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹോദരിമാരെ ഞാൻ പറയും, ഒരു യോശുവ പറഞ്ഞു അല്ലെ, പ്രമാണത്തിൽ നിന്നിട്ട് പറഞ്ഞു, സൂര്യ നീ നിൽക്കാൻ പറഞ്ഞു, ചന്ദ്ര നിൽക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. കുഞ്ഞെ വിശുദ്ധിയിലും വേർപാടിലും നിഷ്കളങ്കതയിലും നിന്നിട്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ ശക്തിയുണ്ടല്ലോ. ഹല്ലേലൂയ. അല്ലാതെ ചുമ്മാ സാത്താനെ ആട്ടിയിട്ട് കാര്യമില്ല പ്രിയമുള്ളവരെ. ചുമ്മാ തലയിൽ പിടിച്ച് കുലുക്കിയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. നീ വിശ്വാസ തീഷ്ണതയിൽ നിന്നുകൊണ്ട്, നിഷ്കളങ്കതയോടെ, പരമാർത്ഥതയോടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ അതിന് ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. എനിക്കറിയാം, ഞാനിത് ഉദാഹരണം നിങ്ങൾ കേട്ടിട്ടുണ്ട്, ക്ഷമിക്കണേ. നിങ്ങളുടെ ആദ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് പറയാം, ഒരു അമ്മച്ചിയെ മൈറ്റി അമ്മച്ചി എന്നാ വിളിച്ചോണ്ടിരുന്നത്. അമ്മച്ചിക്ക് 2 ഇംഗ്ലീഷ് അമ്മച്ചി അറിയത്തുള്ളൂ. മൈറ്റി നെയിം ഓഫ് ജീസസ്. ആ അമ്മച്ചി യോഗത്തിന് ഇടയ്ക്ക് എന്ന് പറയും മൈറ്റി നെയിം ഓഫ് ജീസസ്. എല്ലാരും അമ്മച്ചിയെ മൈറ്റി അമ്മച്ചി എന്നാ പ്രിയമുള്ളവരെ കളിയാക്കി വിളിച്ച്. പക്ഷേ ഉണ്ടല്ലോ, ഈ അമ്മച്ചിയെ പിടിക്കാനേ അമ്മച്ചി തന്നെ വീട്ടിലുള്ളപ്പോ ഒരു കള്ളം വന്നു. അമ്മച്ചിക്ക് അറിയാവുന്ന 2 ഇംഗ്ലീഷ് എന്ന് പ്രയോഗിച്ചു, മൈറ്റി നെയിം ഓഫ് ജീസസ്. കള്ളം പുറകോട്ട് പോയി പ്രിയമുള്ളവരെ. നമുക്ക് ഇംഗ്ലീഷ് എടുത്തിട്ട് 2 ഇംഗ്ലീഷ്, ഒത്തിരി ഇംഗ്ലീഷ് ഒന്നും പഠിക്കണ്ട, 2 ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, അതുകൊണ്ട് ജീവിക്കാം. മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾ സൗദി അറേബ്യയിലായിരുന്നപ്പോ ഞാനും എന്റെ യോഹാമോനും കൂടെ വേസ്റ്റ് കളയാൻ വേണ്ടി പോയത്. അവിടെ ചില അറബ്സ് ഉണ്ട്, വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള ഓരോ അറബി ഉണ്ടല്ലോ. എന്നെ അവിടെ ആ കാറ് നിർത്തിയപ്പോ ഞാനും എന്റെ കുഞ്ഞും കൂടെ നിൽക്കുവോ, എന്നെ അങ്ങ് പിടിക്കാൻ ഓടി. കർത്താവേ, എനിക്ക് പേടിച്ചിട്ടാണേലും ഞാൻ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ വലിയ ധൈര്യത്തോടെ അല്ല പറഞ്ഞ്, പേടിച്ച് വിറച്ചിട്ടാ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുകയും 2 അന്യഭാഷ എന്ന് പറഞ്ഞു കേട്ടോ. ഈ പുള്ളി ഒരൊറ്റ ഓട്ടം. പ്രിയമുള്ളവരെ, സഹോദരിമാരെ, നീ ഒരു പെണ്ണായി പോയെന്ന് പറഞ്ഞ് താടിക്ക് കൈ കൊടുത്തിരിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്.
ഈ അറപ്പയും കുറച്ച് നാളുകളിലായിട്ട് അവിടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഒരു റോസമ്മ ചേച്ചി ബായികമായിട്ട് പോയപ്പോ ഇവൻ ബായിക കയറി പിടിച്ചത് വള്ളി മാത്രം ചേച്ചിയുടെ തോളെ കിടന്നു. ഹല്ലേലൂയ. ഒരു നേഴ്സ്മാന് ഡോറ് തുറക്കാൻ ടൈമില് അവൻ കയറി പിടിച്ചു കേട്ടോ. ഹല്ലേലൂയ. പലരെ ഉപദ്രവിച്ചു. പക്ഷെ എനിക്കെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കണ്ടാ പേടിക്കുന്ന ഞാനാണ്. ആരെങ്കിലും ഇങ്ങനെ നോക്കിയാ പേടിക്കുന്ന ഞാനാണ് കേട്ടോ. പക്ഷെ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കുഞ്ഞിന്റെ ചങ്ക് കത്തുമ്പോഴും പറ യേശുവിന്റെ നാമം പറ. ഹല്ലേലൂയ. ചങ്ക് പിടയ്ക്കുമ്പോഴും അങ്ങ് പറഞ്ഞു. കാരണം ഈ പറയുന്ന നമുക്ക് വലിയ ശക്തിയൊന്നും ഇല്ല പ്രിയമുള്ളവരെ. നമ്മൾ ഈ പറയുന്ന ഞാനും വെറും ഇതാഹൊന്നും അല്ല. പക്ഷെ നിന്നിലേക്ക് ഈ പവർ വന്നു കഴിയുമ്പോഴല്ലോ ഞാനൊരു വട്ടപൂജ്യമാണ്. ശക്തി ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്കൊരു വിടുതലിന് കാരണമായി തീരും. ഹല്ലേലൂയ. ഈ ശക്തി നിന്റെ മേലെ വന്നാലുണ്ടല്ലോ. ഹല്ലേലൂയ. അതിനാൽ ഞാൻ ആദ്യം പറഞ്ഞേ അത്യുന്നതിന്റെ മറവിൽ ഇങ്ങോട്ട് വസിക്കണമെന്ന്. ഹല്ലേലൂയ. ഇവിടെ അവര് കൽപ്പന വിട്ടു മാറരുത്. നമ്മുടെ ദൈവത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ നിത്യതയെ തടയുന്ന ഒരു പാപ സുഖങ്ങളും ഒരു ലോക സുഖങ്ങളും നമ്മുടെ കണ്ണിനെ ഇഷ്ടപ്പെടുത്തുന്ന നമ്മളൊന്നും വേണ്ട എന്ന് പറയണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. അതുപോലെ ഒരു അന്ത്യകാലത്തിലേക്ക് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ വൃതന്മാരെ പോലും തെറ്റിക്കുവാന് ശത്രു നോക്കുന്ന ഈ കാലയളവില് ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോട് നേരോടെ നിൽക്കുന്ന ഒരു കൂട്ട സഹോദരിമാര് വേണം. ഞാൻ ചിന്തിക്കോ ഇത് ഈ നെഹമ്യാവിന്റെ പുസ്തകം എടുത്തിട്ട് സുവിശേഷ വേലയോടുള്ള ഒരു ആഹ്വാനമാകട്ടോ ഞാൻ നിങ്ങൾക്ക് തരാൻ ദൈവാത്മാവനോട് പറയുന്നത്. രാജീവ് ഗാന്ധിയെ കൊല്ലാൻ വേണ്ടി ദേഹത്ത് ബോംബ് വെച്ച് കെട്ടിയത് ആരാ? ഒരു സഹോദരിയല്ലേ? അവള് വിശ്വസിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി അവള് പൊട്ടിത്തെറിച്ച് ചാകാൻ തയ്യാറായിരിക്കില്ല. ഹല്ലേലൂയ. ഒരിക്കലും തീരാത്ത രാജ്യം സ്ഥാപിക്കുവാൻ വരാൻ പോകുന്നു. ഇന്നത്തെ ലോക നേതാക്കൾ ചോദിക്കുന്നത് പോലെ എന്നെ ഒന്ന് ജയിപ്പിക്കാവോ, എന്നെ ഒന്ന് ജയിപ്പിക്കാവോ എന്ന് എന്റെ കർത്താവ് ചോദിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ജയവീരനായിട്ട് രാജാതി രാജാവായിട്ട് കർത്താതി കർത്താവായിട്ട് എന്നെ യേശു വരാൻ പോകുവാ. ഹല്ലേലൂയ. ഒരു റോമൻ പൗരനെ പടയാളിയായി തെരഞ്ഞെടുക്കുന്നു. കടലിൽ കൂടിയും മലയിൽ കൂടിയും തീയിൽ കൂടിയും കടത്തിവിട്ടിട്ട് ഈ വക ആപത്തുകൾ നേരിടേണ്ടി വന്നാലും കൈസറോട് ഞാൻ കൂറുള്ളവനായിരിക്കുമെന്ന് സ്വന്തം രക്തമെടുത്ത് എഴുതി പ്രതിജ്ഞ ചെയ്യിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നമ്മൾ എന്ത് ചെയ്താലും അത് ഇവിടം കൊണ്ട് തീരും. നമ്മുടെ ആത്മപ്രിയന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെച്ചാലുണ്ടല്ലോ അത് വലുതാ. കാരണം യേശു രാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴുവാൻ. യേശു രാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴുവാനാ. ഏവരോടും കൽപ്പിച്ചിട്ടുണ്ട് ഒരുങ്ങിക്കൊള്ളുവാനാ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ വേദനയോടെ ഈ സുവിശേഷം ഘോഷിക്കുക അല്ലെ. ഒരു നോഹയപ്പച്ചൻ പെട്ടകമൊക്കെ പണിതപ്പോ കളിയാക്കി പ്രിയമുള്ളവരെ. നമ്മളെ പരിഹസിക്കും, ദുഷിക്കും. കവലയിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്ന കാണുമ്പോഴേ ഞാനൊരു ദിവസം കവലയിൽ നിന്ന് പ്രസംഗിച്ചപ്പോ ഒരു വണ്ടിയെ പോയി ഒരു മോൻ കാണിച്ചുകൊണ്ട് പോവാ ഇങ്ങനെ. അയ്യോ ഇതിന്റെ ഗതി ഇതായി പോയല്ലോ. ഹല്ലേലൂയ. കുഞ്ഞേ, ഈ സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് പോഷത്വമാ, രക്ഷിക്കപ്പെടുന്ന നമുക്ക് നിത്യജീവനാ. ഹല്ലേലൂയ. രോഗം വന്ന് മരിക്കുന്നതിൽ എത്രയോ ഭാഗ്യമാ. എന്റെ കർത്താവിനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ മരിക്കുന്നത്. ഹല്ലേലൂയ. ധീരതയോടെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, അവന്റെ രാജ്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരു കൂട്ടം സുവിശേഷ യോദ്ധാക്കളെ ഈ സഭയിൽ നിന്ന് പുറത്തെടുക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി ഓടുവാൻ, ചില പണികൾ ചെയ്തെടുക്കുവാൻ അതിന്റെ ഒന്നാമത്തെ പടി നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മുടെ കുറവുകളെ കണ്ട് ഏറ്റു പറയണം. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ മനസ്സിനൊരു ഭാരം വേണം, ഒരു ആത്മഭാരം വേണം. ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ ഒരു ദേശത്തെ പറ്റിയുള്ള ഒരു ഭാരം. അനേകം നശിച്ചു പോവുക. കഴിഞ്ഞ ദിവസം ഒരു മോൾ എന്നോട് പറയുക, ഗ്ലോറി ആന്റി ഇന്നൊരു ദിവസം ആന്റി പൗർണമി വചനം പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ഓർത്തു അന്ന് ചാകാം. അതിന് മുന്നേ ആ കുഞ്ഞോർത്തു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം.
അന്നേരം ആ വചനം കേൾക്കുന്നേ, നിന്റെ തകർച്ചയിൽ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നിന്റെ ഭർത്താവിന് നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി, നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരിയായി, ലോകത്തിലെല്ലാവരും നിന്നെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത ഒരു ദൈവമുണ്ട്. കുഞ്ഞെ, ഒരു വാക്ക് മതി കുഞ്ഞെ. ഹല്ലേലൂയ. അതിന് പോയി PhD എടുത്തിട്ട് വരണമെന്നില്ല. ഒരു വ്യക്തിയെ കാണുമ്പോ പറഞ്ഞാൽ മതി, നിന്നെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ പലപ്പോഴും ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞല്ലേ ആ വാർത്ത പത്രത്തിൽ വായിച്ചിട്ട് അയ്യോ കഷ്ടമായി പോയി എന്ന് പറയുന്നത്. കുഞ്ഞെ, അതിനു മുന്നേ അവരുടെ അടുക്കലോട്ടൊന്ന് ചെല്ലാൻ പറ്റിയായിരുന്നെങ്കിൽ. ഹല്ലേലൂയ. ഒരു വ്യക്തി തകരുന്നതിന് മുന്നേ, തളരുന്നതിന് മുന്നേ അവരുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കുവാനുള്ള ദൗത്യം എന്നെ നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ചോദിക്കപ്പാ, ഞാൻ എങ്ങോട്ടാ പോണ്ടേ, ഏത് വീട്ടിലോട്ടാ പോണ്ടേ, കാണിച്ചതാ, ഞാൻ പോകാൻ തയ്യാറാ എന്ന് പറയുവാൻ ധൈര്യമുള്ള ആയിട്ടുള്ളവരെയാ കർത്താവിന് ആവശ്യം. ഹല്ലേലൂയ. എന്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ധീരതയുള്ള. ഹല്ലേലൂയ. അതിന് പ്രായമൊന്നും പ്രശ്നമില്ല പ്രിയപ്പെട്ടവരെ. എനിക്കും 19 വയസ്സായി കേട്ടു. ഹല്ലേലൂയ. എന്നാലും അപ്പന് വേണ്ടി ഇനി ഓടാനുണ്ട്. ഹല്ലേലൂയ. ആ പദ്ധതി പൂർത്തീകരിച്ച് കഴിയുമ്പോ അപ്പം പറയും, മതി കുഞ്ഞെ, മതി. ഹല്ലേലൂയ. 2006 ഈ ലോകം വിട്ട് മാറ്റപ്പെടേണ്ടിയിരുന്ന വ്യക്തിയാ. എന്നാൽ എന്റെ കർത്താവിന് എന്നെ പറ്റി ചില പദ്ധതികൾ ഉള്ളത് കൊണ്ട്. ഹല്ലേലൂയ. എന്റെ മക്കളെ, കോവിഡ് വന്ന് എന്റെ പ്രഷർ താഴണം, ആംബുലൻസിൽ എന്നെ ഷിഫ്റ്റ് ചെയ്തതാ, ശ്വാസം വിടാൻ തടസ്സം ഒത്തിരി അനുഭവിച്ചതാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. സൗദി അറേബ്യയിലെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് എന്റെ ശരീരത്തിൽ നല്ല ഒരു പങ്ക് ബ്ലഡ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നാൽ അവിടെ ചെന്നപ്പോ അവര് പറയാം, അവിടെ എടുക്കത്തില്ല. എന്നാൽ അറബ് നാടല്ലേ, അവിടെ എന്റെ ഹസ്ബൻഡിനെ അങ്ങോട്ട് അകത്തോട്ട് കയറ്റിവിടത്തില്ല പ്രിയമുള്ളവരെ. ഒരു മരണമുഖാമുഖമായി കാണുന്ന ഒരു സാഹചര്യം, ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവരെന്താ ചെയ്തതെന്ന് അറിയാമോ? ഇവര് രക്ഷപ്പെടാൻ വേണ്ടി എന്നെ ഒരു മുറിയിലേക്ക് ഇങ്ങനെ തള്ളി എന്റെ കയ്യിൽ ഫയലും തന്നിട്ട് ഇവരങ്ങ് സ്ഥലം വിട്ടു പ്രിയമുള്ളവരെ. അതേത് മുറിയാന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ കുഞ്ഞ് 8 വയസ്സുള്ള കുഞ്ഞ് വാതിക്ക് നിന്ന് കരയുക, എന്റെ മൂത്ത മോള്. അപ്പൊ ഒരു മലയാളി നേഴ്സ് വന്നിട്ട് ചോദിച്ചു, മോളെ നീ എന്തിനാ ഇവിടെ നിന്ന് കരയുന്നേ? അന്നേരം പറഞ്ഞു, എന്റെ മമ്മിയെ ഈ മുറിക്ക് വേറെ ഒരു ആശുപത്രിയിൽ നിന്ന് ആംബുലൻസെ കൊണ്ടുവന്നത് ആന്റി. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഇവരാരും എടുക്കുന്നില്ല. അപ്പൊ ഈ സിസ്റ്റർ ആരോടോ ഫോണിൽ ചോദിച്ചിട്ട് പതുക്കെ ആ റൂമിലോട്ട് തള്ളിയിട്ടിട്ട് അവരങ്ങ് പോയി. ആ മലയാളി സിസ്റ്റർ മായ എന്ന് പറയുന്ന ആ സിസ്റ്റർ ഓടി വന്ന് റൂം തുറന്നപ്പോൾ ഞാൻ ഇങ്ങനെ തളർന്ന് പ്രഷർ താണ് പൾസ് താണ് ഇങ്ങനെ കിടക്കുക പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞു കരയുന്ന എന്നോട് ചോദിച്ചു, സിസ്റ്ററെ, ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു, എന്റെ ശരീരത്തിൽ നിന്ന് ഇത്രയും ബ്ലഡ് നഷ്ടപ്പെട്ടു, ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോ ഇവരിവിടെ എടുക്കത്തില്ലെന്ന് പറഞ്ഞു. അവർക്ക് അങ്ങോട്ട് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നില്ല, കാരണം പൾസൊക്കെ താണുകൊണ്ടിരിക്കോ. അല്ലെങ്കിൽ ദൈവമക്കളെ, ആ സമയത്ത് ഞാൻ അവിടെ വിട്ട് ഈ ലോകം വിട്ട് മാറ്റപ്പെടേണ്ടിയിരുന്ന എമർജൻസി ട്രീറ്റ്മെന്റ് തരേണ്ട സമയത്ത് ചില മണിക്കൂറുകൾ ഞാൻ അവിടെ എനിക്ക് അവിടുന്ന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല പ്രിയമുള്ളവരെ. ഹസ്ബൻഡിനെ അവർ ആ ഭാഗത്തോട്ട് കയറ്റിവിടത്തുമില്ല. ലാസ്റ്റിൽ ഇതെല്ലാം പറഞ്ഞ് ഹസ്ബൻഡ് ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ പറഞ്ഞു, സഹിച്ചാ പോട്ടെ, ദൈവം അറിയുന്നു, ദൈവം എനിക്കൊന്നും വരുത്തിയില്ലല്ലോ. ഹല്ലേലൂയ. കുഞ്ഞെ, ദൈവം അറിയാതെ നിന്റെ തലയിൽ ഒരു മുടി പോലും താഴെ പോകത്തില്ല. എന്റെ ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല പ്രിയമുള്ളവരെ. എന്റെ ദൈവം അറിയാതെ, കാരണം ഈ കർത്താവിന്റെ നിന്റെ കാര്യങ്ങളെല്ലാം കർത്താവിന്റെ നിയന്ത്രണത്തിലാ. ചില സമയത്തുണ്ടല്ലോ യേശു ഒപ്പം നിന്റെ കൂടെ നടക്കുമല്ലായിരുന്നു കേട്ടോ, അവൻ നിന്നെ ഇങ്ങനെ എടുത്തു പിടിച്ചേക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നീ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. ചില സാഹചര്യങ്ങളിൽ അപ്പൻ അറിയാൻ കൂടെ നടക്കാനുള്ള ശക്തി എന്റെ മുന്നിലില്ല. ആ സമയത്ത് അപ്പൻ എടുത്തു പിടിക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ആ സമയത്ത് നിന്നെ എടുത്തു പിടിച്ചോണ്ടാ കുഞ്ഞെ നീ ഇന്ന് ഇവിടെ ആരാധനാലയത്തിൽ വന്നിരിക്കുന്നേ. അല്ലെങ്കിൽ നീ ഒരു ഭ്രാന്തിയായി പോയേനെ. ഹല്ലേലൂയ. മനസ്സിന്റെ നില കൈവിട്ടു പോയേനെ. ഹല്ലേലൂയ. ഇന്ന് എന്നെയും നിന്നെയും നിർത്തിയിരിക്കുന്ന ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് യേശുവിന്റെ ശക്തിയാണ്. എല്ലാവരും നിന്നെ തള്ളിക്കളയുമ്പോൾ തള്ളിക്കളയാത്ത ഒരപ്പൻ നിനക്കുണ്ട് സ്വർഗത്തില്. ഹല്ലേലൂയ. എല്ലാ സാഹചര്യങ്ങളെല്ലാം നിനക്കെതിരാകുമ്പോൾ നിന്റെ കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം ഇതിലെ ആരുടെ കാരണം അവൻ നിന്നെ രക്തം തന്ന, നിന്നെ വീണ്ടെടുത്ത രക്തം തന്നു, അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്നു കേട്ടോ. എന്റെ നിന്റെ പാപത്തിന് വേണ്ടി. ഹല്ലേലൂയ. സർവ്വനിന്ദകൾ സഹിച്ചു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അവന് നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട് കുഞ്ഞേ. അവന് നിന്റെ ചില കാര്യങ്ങളിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ നിന്നെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമാക്കത്തില്ല. നീ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ
നെഹമ്യാവിന്റെ പുസ്തകത്തിലൂടെ ദൈവാത്മാവ് സംസാരിക്കുക. മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമാകുവാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. നീ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം നിന്റെ ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നീ പ്രമാണത്തിൽ നിന്ന് മാറിപ്പോയാൽ, നീ പാപം ചെയ്താൽ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ മുന്നിൽ നീ നിന്നാപാത്രമായി പോകും. ഹല്ലേലൂയ, നീ മറ്റുള്ളവരുടെ മുന്നിൽ നിന്നാപാത്രമാകുവാൻ എന്റെ ദൈവം, നീ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി തീരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നെഹമ്യാവ് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട് ചോദിക്കുക ചില കാര്യങ്ങളൊക്കെ. അതിന്റെ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തില്, എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായതുകൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. ഹല്ലേലൂയ. രാജാവ് നെഹമ്യാവിന് ചില അനുവാദം കൊടുക്കുക. പ്രിയമുള്ളവരെ, ദൈവമക്കളെ ഒന്ന് പറഞ്ഞ് നെഞ്ചെ കൈവച്ചിട്ട് പറഞ്ഞ്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ആത്മാവിലൊന്ന് പറഞ്ഞേ, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കുഞ്ഞെ, ഈ ലോകത്തിലുള്ള വ്യക്തികളെല്ലാം നിനക്ക് അനുകൂലമായിട്ട് ദൈവത്തിന്റെ കരം നിനക്ക് പ്രതികൂലമാണെങ്കിൽ നീ ഒരു വട്ടപൂജ്യമാ. എന്നാൽ ഹല്ലേലൂയ, ഈ ലോകത്തിലെ വ്യക്തികളെല്ലാം നിനക്ക് പ്രതികൂലമായിക്കട്ടെ കുഞ്ഞെ, നീ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ദൈവ വൈദ്യനാണെങ്കിൽ ദൈവത്തിന്റെ കരം മാത്രം മതി നിനക്ക് അനുകൂലം. ഹല്ലേലൂയ. എന്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെയും അധികാരസ്ഥന്മാരുടെയും മനസ്സ് തിരുമുമ്പാകെ നീർത്തോട് കണക്കിയായിരിക്കുന്നവരെ. ഹല്ലേലൂയ. ദൈവത്തിന് ചില ഹൃദയങ്ങളിൽ രൂപാന്തരം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ആ മറിയ ദൗത്യം ഏറ്റെടുത്തപ്പോൾ യോസേഫിനോട് സ്വപ്നത്തിൽ സംസാരിച്ചു. പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ചിന്തിക്കുക, എന്റെ ഹസ്ബൻഡ് എന്നെ പലയിടത്തും കൊണ്ട് ഇന്നിപ്പോ ഗൂഗിളിൽ നമ്മൾ വഴി ചോദിച്ച് ഇങ്ങനെ വരുമ്പോഴേ ചിലപ്പോ നമ്മളെ തെറ്റിച്ച് കളയും കേട്ടോ. ആ ഗൂഗിൾ അമ്മച്ചി പലപ്പോഴും എന്നെ തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നാളെ അടൂര് പ്രാർത്ഥനയ്ക്ക് പോയപ്പോ ഒരു ബാറിന്റെ സൈഡിൽ വന്ന് പറയും, യുവർ ലൊക്കേഷൻ ഈസ് ഹിയർ. ഞാൻ നോക്കുമ്പോ ബാറാ. ഉടനെ എന്റെ കൂടെയുള്ള മോൻ പറയാം, ഗ്ലോറിയ, എനിക്ക് ചിലപ്പോ ബാറിൽ അവരെല്ലാം മാനസാന്തരപ്പെടാൻ ഗ്ലോറിയ എന്നെ വിളിച്ചതായിരിക്കാം. ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, മോൾ അയച്ചു തന്ന ലൊക്കേഷൻ വന്നപ്പോ ഞാനൊരു ബാറിന്റെ മുന്നിലാ വന്ന് നിൽക്കുന്നത്. അയ്യോ, ഞങ്ങൾ അങ്ങോട്ട് ഓടി വരാം. ഹല്ലേലൂയ. ഈ ഗൂഗിൾ അമ്മച്ചി നമ്മളെ വഴി തെറ്റിക്കും കേട്ടോ. ഹല്ലേലൂയ. ഇന്നാളെ ഒരു അപ്പച്ചൻ പറഞ്ഞു, ട്രാഫിക്കിന്റെ അവിടെ വന്നപ്പോ ആ അമ്മച്ചി പെണ്ണുമ്പോൾ ഒന്നും മിണ്ടുന്നുമില്ല, എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ഇന്നാലുണ്ടല്ലോ ഞാനൊരു കാര്യം പറയാം. ഹല്ലേലൂയ. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി തെറ്റിയ കർത്താവിന്റെ ദാസൻ താഴോട്ട് ഓടി വന്നു കേട്ടോ. ഹല്ലേലൂയ. എന്നാലും നമ്മളെ വഴി തെറ്റിക്കാത്ത ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ ശബ്ദത്തിന്, ഹല്ലേലൂയ, ആ ശബ്ദത്തിനൊന്ന് ചെവി കൊടുക്കാമോ? ഗൂഗിൾ വെച്ച് നമ്മളെ വഴി തെറ്റിക്കും, കറക്കും, ചുറ്റിക്കും. വണ്ടി ഇങ്ങനെ സഹിച്ചാൻ കഴിഞ്ഞു പറഞ്ഞു, യോ ഈ ഗൂഗിള് പറഞ്ഞു കേട്ടോ, ഒരിടത്തും പോവല്ലേ, ഒരു ടെൻഷൻ പോലെ സമയത്ത് വരാൻ പറ്റുമോ? ഹല്ലേലൂയ. ആരോ പറയുന്നത് കേട്ട്, ഗൂഗിൾ അമ്മച്ചി പറയുന്നത് കേട്ട് ആറ്റി പോയി ചാടിയെന്നാണ് വണ്ടി ഓടിച്ച്. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് ഭയങ്കരമാണ്. കുഞ്ഞ്, ആ ഗൈഡൻസ് ഒന്ന് ചോദിച്ചേ, അപ്പാ ഞാൻ എങ്ങോട്ടാ പോകണ്ടേ, ഏത് വീട്ടിലോട്ടാ പോകണ്ടേ, ആരോടാ സുവിശേഷം പറയണ്ടേ? ഹല്ലേലൂയ. ഒന്ന് ചോദിച്ചു നോക്കിയേ. അപ്പൻ നിന്നെ ഗൈഡ് ചെയ്താലുണ്ടല്ലോ, അത് എവിടെ വരെയാ ഗൈഡ് ചെയ്യുക? നിത്യതയോ നിത്യതയോളം സത്യ കൂട്ടാളിയായി ക്രിസ്തുവിനല്ലാതെ എല്ലാരും ഈ ഭൂമിയിൽ മൃത്യുവിനാ മാറുമെത്ര മിത്രമായാലും മർത്യരെല്ലാം മൃത്യുവിനാൽ മാറുമെത്ര മിത്രമായാലും മർത്യരെല്ലാം. ഹല്ലേലൂയ. എല്ലാവരും മാറിപ്പോകും. എത്ര സ്നേഹിതരാണേലും അവരെല്ലാം നമ്മളെ വിട്ട് മാറും. പ്രിയമുള്ളവരെ, മാറാത്ത ഒരുവനുണ്ടല്ലോ നമ്മുടെ അപ്പനാ. ഹല്ലേലൂയ. അവനോടൊന്ന് പറ്റിച്ചേർന്നൊന്ന് ഇരുന്ന് നോക്കി നമുക്ക് കിട്ടുന്ന സന്തോഷം വലുതാ. പ്രിയമുള്ളവരെ, നമ്മൾ ആത്മാവിൽ അനുഭവിക്കുന്ന സന്തോഷം വലുതാ. നമ്മുടെ സഭയിൽ ഒരു കണ്ടിന്യൂസ് പ്രയർ നടക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടാകട്ടെ. ചില ഭാവികൾ ഇവിടേക്ക് കടന്നു വരട്ടെ. ചില രോഗികൾ ഇവിടെ വന്ന് സൗഖ്യം പ്രാപിക്കട്ടെ. പ്രിയമുള്ളവരെ, അതിന് ദൈവം എന്നെയും തന്നെയാ കണ്ടിരിക്കുന്നത്. ഒരമ്മച്ചി പോയപ്പോ പറഞ്ഞ എനിക്ക് കേട്ടതുപോലെ തോന്നി. ഞാൻ എന്റെ അടുത്തൊന്ന് വിളിച്ചോണ്ട് വന്നതാണ്. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആരോ പറഞ്ഞ പോലെ തോന്നി. വെള്ളം കുടിക്കാൻ പോയി അല്ലേ, അന്നേരം അമ്മച്ചി വിളിച്ചോണ്ട് വന്നല്ലോ ഒരാളെ. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും അതിന് വലിയ സാഹിത്യം ഒന്നും പറയണ്ട പ്രിയമുള്ളവരെ. മണ്ണിൽ നിന്നും
പാതിയിലെത്താൻ മോഹമൂത്ത മനുഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞു പറയണ്ട. ഞങ്ങളുടെ കൂടെ ഒരു സാഹിത്യം വെച്ച് പറഞ്ഞ ഒരാളെ വിളിച്ചുകൊണ്ട് വരേണ്ട, സുവിശേഷം പറയേണ്ട, സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി എന്നേ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. ഞങ്ങളുടെ സഭയിൽ ഒരു പ്രാർത്ഥനയുണ്ട്, ഒന്ന് കടന്നു വരണേ. ഹല്ലേലൂയ. യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. യേശു എല്ലാ പ്രശ്നത്തിനും പരിഹാരകനാ. അതിലൂടെ ഒരു ദൈവശക്തി വ്യാപരിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ വാക്കുകളിലൂടെ ഒരു ദൈവശക്തി, ദൈവിക സമാധാനം. നീ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന കൊതിക്കുന്ന ജീവിതങ്ങൾ ഈ പരിസരത്തുണ്ടെന്ന് ആത്മാവിൽ വിളിച്ചു പറയുക. ചില ജീവിതങ്ങൾ പ്രാർത്ഥന ആഗ്രഹിക്കുക, ചില ജീവിതങ്ങൾ ഒറ്റപ്പെട്ട് നെടുവീർപ്പിലും കഴിയുക. ഹല്ലേലൂയ. നിന്നെ പറ്റി ദൈവത്തിന് ഒരു ദൗത്യമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ ഈ സൻബല്ലത്തും തോബിയാവും. അപ്പൊ ഈ സഭ വളരുമ്പോൾ ഒരു പ്രതികൂലമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പ്രശ്നമുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങും. എന്നാൽ ഈ സൻബല്ലത്തും തോബിയാവും ഉണ്ടല്ലോ, നെഹമ്യാവിനെ നിന്ദിച്ചു. ഒരു കുറുക്കൻ കയറിയാൽ നിന്റെ മതില് ഇടിഞ്ഞു പോകും. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് മാനുഷികമായിട്ട് വിഷമം വരും. കർത്താവേ, ഞങ്ങൾ നിന്ദിതരായിരിക്കുന്നു. സഭയ്ക്കകത്താണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 4-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇത് ആത്മാവില് ഞാൻ ഇന്ന് പകൽക്കാലം പറയുക, നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണമേ. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം. ഹല്ലേലൂയ. അതിനകത്ത് ഒരു വാക്യമുണ്ട്. 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ ഒന്ന് വായിക്കണമേ. നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. ചിലവർക്ക് അങ്ങനെയാ പ്രിയമുള്ളവരെ, ചിലവർക്ക് അങ്ങനെയാ. നന്മ മറ്റുള്ളവരുടെ നന്മ കാണാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ കിടന്നാൽ കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ടെന്നേ, വേറെ ഒന്നും ചെയ്യണ്ട. ചില അനുഗ്രഹങ്ങളിലൂടെയൊക്കെ നമ്മളെ നടത്തുന്നത് കാണുമ്പോൾ പല്ല് കടിക്കുന്ന അനുഭവങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ തിരിച്ചു കടിക്കുക, പല്ല് കടിക്കാനൊന്നും പോയില്ല കേട്ടോ. ഹല്ലേലൂയ. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാവോ? അവിടെ ഒരു കലക്കം വരുത്തണം. അവിടെ ഒരു കലക്കം വരുത്തുവാൻ ഇവർ പ്ലാനിട്ടു പ്രിയമുള്ളവരെ. എന്നാൽ നെഹമ്യാ ഒരു കാര്യം ചെയ്തു. എന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിലെ നിന്റെ പ്രാർത്ഥന ശക്തിയുണ്ട്. നിന്റെ പിടിക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യും. ഈ കൊരങ്ങം വരുന്ന സ്ഥലത്ത് ഈ കാന്താരി അരച്ച പൊതിച്ചോറ് ഓരോ വടിയും കൊണ്ടിരുന്നു കേട്ടോ. ഈ കൊരങ്ങന്മാര് വന്നിട്ട് എന്തോ ചെയ്യുന്നത്, വിശന്നിരിക്കുന്ന ഈ പൊതിച്ചോറ് അഴിക്കുമ്പോ കാന്താരിയല്ലേ, അത് എരിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഈ വടി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും. ഈ കൊരങ്ങന്മാര് ബോധം കെടുമ്പോഴുണ്ടല്ലോ, ഈ കൊരങ്ങനെ പിടിക്കാൻ വരുന്നവർ എടുത്തുകൊണ്ടും പോകും. പലപ്പോഴും നമ്മുടെ സഭയുടെ ഉള്ളില് ഏഷണിയാകുന്ന പൊതിക്കെട്ടിടുവാൻ, ഹല്ലേലൂയ, നമ്മുടെ ഐക്യതയെ തകർക്കുവാൻ. കാരണം ഐക്യമായി നിന്ന് നമ്മൾ വേല ചെയ്താലുണ്ടല്ലോ, സാത്താന്റെ ദൈവജനം ഐക്യമത്യപ്പെട്ടാൽ അവിടെ വിടുതലാ. അത് സാത്താന് നല്ലപോലെ അറിയാം. ഒരു കുടുംബത്തില് അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും കൈകോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതലാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു ആന്റി പറയോ, ഗ്ലോറി സിസ്റ്ററെ, ഒന്നുമില്ല അച്ഛൻ ഇങ്ങനെ കാലും നീട്ടി ഫോണും കുത്തി പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോ ഞാൻ പറഞ്ഞു, അച്ഛാ ഇങ്ങനെയാണോ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നത്? അന്ന് ചോദിച്ചേ ഉള്ളൂ, ദേഷ്യപ്പെട്ടു പോയി. എന്റെ കൊങ്ങായിക്ക് പിടിച്ചു ഞെക്കുന്നു, ഭയങ്കര ബഹളം. ഹല്ലേലൂയ എന്ന് പറയും, അച്ഛന്റെ ദേഹത്ത് ഒരു പിശാചുണ്ട് സിസ്റ്ററെ, പ്രാർത്ഥിക്കണേ എന്ന് ഞാൻ പറയാം. ഓർക്കും ചിലപ്പോ ഓർക്കും ജോലി കഴിഞ്ഞ് വരുന്ന വഴിയെ അങ്ങ് ശാസിക്കണം. ഞാൻ പറഞ്ഞു, അത് ചെയ്യാൻ പോകണ്ട. ജോലി കഴിഞ്ഞ് വരുന്ന വഴി അച്ഛന് നല്ലൊരു കാപ്പിയൊക്കെ ഇട്ട് കൊടുത്ത് ഫുഡൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ നല്ല കൂർക്കം വലിച്ചെന്ന് മനസ്സിലായാൽ അത് പതുക്കെ തൊട്ട് പ്രാർത്ഥിച്ചാൽ മതി പ്രിയമുള്ളവരെ. ആ കണ്ണുനീര് 2 തുള്ളി അച്ഛന്റെ നേരത്ത് വീണാ മതി, അച്ഛന് രൂപാന്തരം വരുമെന്ന്. ഹല്ലേലൂയ. എന്റെ അച്ഛനെ രൂപാന്തരപ്പെടുത്തണമേ. എന്റെ അച്ഛന്റെ സ്വഭാവത്തിന് ഒരു വ്യത്യാസം കൊടുക്കണമേ. പ്രാർത്ഥിക്കുന്ന കുഞ്ഞെ, ചില വ്യക്തികളുടെ രൂപാന്തരം നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ ദൈവമിടയാക്കും. സ്വഭാവങ്ങൾക്ക് വ്യത്യാസം വരുത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന്. ഹല്ലേലൂയ. ഒരു സഹോദരി ഒരു പ്രാവശ്യം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഇട്ടിട്ട് ഓടിക്കുക, ഇനിയും നീ പാസ്റ്ററും കൂടെ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുവോ? ഉടനെ ആന്റി പറഞ്ഞു, അച്ഛാ ഇല്ല അച്ഛാ, നിന്നു ഇനി ഒരിക്കലും നിൽക്കത്തില്ല. കാരണം ഈ അച്ഛന് സ്നാനത്തെ പറ്റി വലിയ ബോധ്യമില്ലായിരുന്നു പ്രിയമുള്ളവരെ. പ്രതികൂലം സഹിച്ച്, പ്രശ്നങ്ങൾ സഹിച്ച്, കഷ്ടത സഹിച്ച് കർത്താവിന് വേണ്ടി നിന്ന ഒരു കൂട്ടം അമ്മച്ചിമാരെ എനിക്കറിയാം. ഹല്ലേലൂയ. സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഹല്ലേലൂയ പുറം മുഴുവൻ വടി വെച്ച് അടിയുണ്ട്. ഹല്ലേലൂയ. അനേകരെ എനിക്കറിയാം. എനിക്കൊരു സഹോദരിയെ അറിയാം, ഒരു ലക്ഷ്മി അമ്മ എന്ന് പറയുന്ന ഒരു 17-ാമത്തെ വയസ്സിൽ ഈ കർത്താവിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആ
ഈ കോഴിക്കൂട്ടിൽ കയറി കിടന്നോളാനാ പറഞ്ഞേ. ആ സഹോദരി അവിടെ കിടന്നപ്പോ ഈ കോഴിയുടെ ദേഹത്തുള്ള ഒരു പേരുണ്ടല്ലോ, രാത്രി മുഴുവൻ അരിച്ചു. ഹല്ലേലൂയ. ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞു ഭവനത്തിൽ നിന്ന്. ആ സഹോദരി അവിടെ നിന്നുകൊണ്ട് പാടി, എല്ലാം നന്മയ്ക്ക്, എനിക്കെല്ലാം നന്മയ്ക്ക്, എന്നേശു ചെയ്യുന്നത് ഒന്നും തിന്മയ്ക്കല്ലല്ലോ, എന്നേശു ചെയ്യുന്നത് ഒന്നും തിന്മയ്ക്കല്ലല്ലോ. ഹല്ലേലൂയ. നമുക്കറിയാം അന്നമ്മ മാമൻ ഒരു കർത്താവിന്റെ ദാസിയായിരുന്നല്ലേ. ഈ സഹോദരിമാരെ കർത്താവിന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഒരാൾ മുങ്ങിത്താഴാൻ തുടങ്ങുക. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഒരാൾ മുങ്ങിത്താഴോ, നമ്മളിങ്ങനെ ജാക്കറ്റ് എറിഞ്ഞു കൊടുക്കും. ഉടനെ പറയാം, നീ ഒരു സഹോദരി ആയതുകൊണ്ട് എനിക്കത് വേണ്ടാന്ന് പറഞ്ഞാൽ അയാൾ മുങ്ങിത്താഴും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്റെ കർത്താവിന് സഹോദരിമാരെ വേണം. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ധീരതയോടെ നിൽക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരിലൂടെ ചിലരിവിടെ കടന്നു വരും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നിന്നെ പറ്റി ചിലരിപ്പോ സഹോദരിയാണെന്ന് പറഞ്ഞ് ചവിട്ടി താഴ്ത്തും കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ എന്റെ കർത്താവിന് നീ പ്രിയപ്പെട്ടവളാ. ഹല്ലേലൂയ. കുഞ്ഞേ മറിയ ഉണ്ടല്ലോ, മറിയ യേശുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്, ആഴത്തിൽ സ്നേഹിച്ചത് മറിയായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. കാരണം എല്ലാരും ഓടിപ്പോ അവള് രാവിലെ ഓടുക. വേണേ ആൾക്കാർ പറയും, ഇവള് രാവിലെ എങ്ങോട്ടായി പോകുന്നേ. ഹല്ലേലൂയ. ഇവള് എളുപ്പം കാലത്ത് എങ്ങോട്ട് ഓടുക. മറിയയ്ക്ക് ഒരു കാര്യം, അവൾക്ക് വിടുതലൊക്കെ കിട്ടി. ഹല്ലേലൂയ. എനിക്കൊന്നും നടക്കാനല്ല, കാറ് മേടിക്കാനല്ല, വീട് കിട്ടാനല്ല, എന്റെ അപ്പന്റെ സാന്നിധ്യം ഒന്ന് അറിയണം. ഹല്ലേലൂയ. എന്റെ അപ്പന്റെ സാന്നിധ്യം ഒന്ന് അറിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ദൈവമൈതലേ, ഹല്ലേലൂയ. അവള് കല്ലറയ്ക്കലേക്ക് രാവിലെ ഓടുകയാണ്. ഹല്ലേലൂയ. മറിയേ, ഹല്ലേലൂയ. മറിയെന്ന് എല്ലാം കിട്ടി, പക്ഷെ അവളുടെ ആ സ്നേഹം ഭയങ്കരമാ. പ്രിയമുള്ളവരെ, അപ്പനെ ആഴത്തിലൊന്ന് സ്നേഹിക്കാൻ പറ്റുമോ? ഇന്ന് പാലക്കാലം ദൈവം വലിച്ചു തന്നു യേശു അപ്പായുടെ സാന്നിധ്യം കൊതിക്കുന്ന ഒരു കൂട്ടം ദൈവജന കർത്താവ്, എന്റെ യേശു അപ്പായുടെ സാന്നിധ്യം എനിക്ക് അറിയണം. ഹല്ലേലൂയ. മറിയ എല്ലാരും പോയപ്പോഴും മറിയ കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. അതാ സ്നേഹം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. അതാ അപ്പാ നിന്നെ ആഴത്തിലൊന്ന് സ്നേഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. ആ മറിയെ പേര് ചൊല്ലി വിളിക്കോ, മറിയേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. മറിയേ, നീ കരയുന്നത് എന്താ? കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുന്ന സഹോദരി, ഹല്ലേലൂയ, നിന്റെ മുന്നിൽ ഹൃദയം പിടയ്ക്കുന്ന 100 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം കുഞ്ഞേ. ഹല്ലേലൂയ. അബ്രഹാം വേദനയോടെ മല കയറുമ്പോഴും പറയുക, ചങ്ക് വിളയ്ക്കുന്ന ക്വസ്റ്റ്യനാ, അപ്പാ തീയും വിറകുമുണ്ട്, യാഗത്തിനുള്ള വസ്തു എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയുക, മോനെ ദൈവം കരുതിക്കൊള്ളു, മോനെ ദൈവം കരുതിക്കൊള്ളു. സാധ്യതകൾ ഒന്നുമില്ല പ്രിയമുള്ളവരെ, എന്നാലും പറയുക, ചങ്ക് വിളയ്ക്കുക, കർത്താവേ കുഞ്ഞെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ചില കുഞ്ഞുങ്ങളുടെ വിവാഹമൊക്കെ ലേറ്റ് ആകുമ്പോൾ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ ലേറ്റ് ആകുമ്പോൾ പലരും നിന്ന വാക്കുകളൊക്കെ പറയും. പക്ഷെ ഞാൻ പറയും, മക്കളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. അത് 1 വർഷം താമസിച്ചാലും 2 വർഷം താമസിച്ചാലും മക്കളെ ദൈവം നിനക്ക് വേണ്ടി ശ്രേഷ്ഠകരമായി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഒരു ദിവസം മുന്നേ ഒരു ദിവസം പുറകിലെ തക്ക സമയത്ത് അവൻ നിന്നെ ഒരവസ്ഥയിൽ ഇട്ടേക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. നിന്റെ വേദനകൾ അവൻ അറിയുന്നു കുഞ്ഞെ, നിന്റെ ഉഴൽച്ചകൾ അവൻ എണ്ണുന്നു, എണ്ണിക്കൊണ്ടിരിക്കുക, നിന്റെ നിന്ദകൾ അവൻ എണ്ണുന്നു. ഹല്ലേലൂയ. നമ്മളെ നോക്കി ചില കുത്തുവാക്കുകൾ മറ്റുള്ളവർ പറയുന്നത്, ചിലത് നമ്മുടെ ചെവിയിലെത്തും, ചിലത് നമ്മുടെ ചെവിയിൽ എത്തത്തില്ല പ്രിയമുള്ളവരെ. എന്നാൽ അതും ദൈവത്തിന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. ആ അപ്പന അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായിരുന്നു. ഹല്ലേലൂയ. ഇവിടെ ഒത്തിരി നിന്നേൽ കൂടെ, പ്രതികൂലത്തിൽ കൂടെ, ഈ മതില് പണിക്കെതിരായിട്ട് ഒത്തിരി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കടന്നു വന്നു കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ അതിന്റെ എല്ലാം മധ്യത്തിൽ ഹല്ലേലൂയ അവരെ നിർത്തുവാൻ, ആ മതില് പണി പൂർത്തീകരിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തുവെങ്കിലും പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, നിന്ന അവർ പറയും, നിന്ന ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ദാവീദ് പറയുക, നിന്ന എന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു. ഈ നിന്ന പറയും, നമ്മളെ ഒരാള് വടി വെച്ച് അടിച്ചാലുണ്ടല്ലോ നമ്മുടെ ശരീരത്തിന് പുറത്തല്ലേ. എന്നാൽ നമ്മളെ നിന്ദിക്കുമ്പോൾ, നമ്മളെ കുത്തുവാക്കുകൾ പറയുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഹന്നേ, നിന്നെ നിന്ദിച്ച, മുഷിപ്പിച്ച ഒരു പ്രതിയോഗിയായ ഒരു പെനീനെ നിനക്കുള്ളത് കൊണ്ടാ നിനക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശമൂവേൽ ബാലനെ ദൈവം തന്നെ. കുഞ്ഞെ, നീ ചില നന്മകൾ പ്രാപിക്കണമെങ്കിൽ, ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെങ്കിൽ, ചില നിന്റെ ജീവിതത്തിൽ ചില നിന്ദയിൽ പൊതിഞ്ഞ, ചില കഷ്ടതയിൽ പൊതിഞ്ഞ നിന്റെ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങൾ കടന്നു വരുന്നത്, ഈ നിന്ന ഈ കഷ്ടത നീ സ്വീകരിക്കാൻ തയ്യാറായാലുണ്ടല്ലോ ദൈവം നീ അനുഗ്രഹം
യേശുവിന്റെ അമ്മയുടെ കാര്യം, അവൾ ആ വലിയ നിന്ന സ്വീകരിച്ചു. ഞാൻ ലോകത്തിന്റെ മുന്നിൽ അപമാനമാകും, വിവാഹത്തിന് മുന്നേ ഒരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞാൽ ആ നിന്ന പോലും സ്വീകരിക്കുവാൻ മറിയ തയ്യാറായി എങ്കിൽ ഹല്ലേലൂയ, കുഞ്ഞെ കർത്താവിന് വേണ്ടി ഹല്ലേലൂയ, കർത്താവിന്റെ വേലയ്ക്കായിട്ടുള്ള ഒരു ആഹ്വാനം തന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു ദൈവദാസൻ പറഞ്ഞ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ, എന്നെ അത് വളരെ ചിന്തിപ്പിച്ചു. അത് ഞാൻ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കുക. ഒരിക്കൽ ഒരു ഉദാഹരണമായിട്ട് ആ ദൈവദാസൻ പറഞ്ഞതാ, പക്ഷെ എന്നെ അത് വളരെ ചിന്തിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഒരിക്കൽ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ സൂര്യൻ തലതാഴ്ത്തിയപ്പോൾ ഒരു ചോദ്യം വിളിച്ചു ചോദിച്ചു, കഴിഞ്ഞ മണിക്കൂറുകൾ ഞാൻ ഈ ലോകത്തിന് വെളിച്ചം കൊടുത്തു, ഞാൻ അസ്തമിച്ചാൽ ഈ ലോകം അന്ധകാര നിബിഡമാകും, ഞാൻ ഉദിക്കുന്നത് വരെ ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കുവാൻ ആരുണ്ട്? ഇങ്ങനെ നിശബ്ദമായി, ഗ്രഹങ്ങളെല്ലാം ഇങ്ങനെ നിശബ്ദമായപ്പോൾ കുറച്ച് മണ്ണെണ്ണ വിളക്കുകൾ പറഞ്ഞു, ഞങ്ങളുണ്ട്. ഹല്ലേലൂയ, വെളിച്ചത്തിൽ കുറവാണെങ്കിലും എണ്ണയുള്ള കാലത്തോളം ഞങ്ങള് ഹല്ലേലൂയ അന്ന് പിറ്റേ ദിവസം ഉദിക്കുന്നത് വരെ ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സുവിശേഷ വേലയ്ക്കുള്ള ഒരു ആഹ്വാനം തരട്ടെ. ഹല്ലേലൂയ, എന്റെ കർത്താവിന്റെ ക്രൂശിനെ വർണ്ണിക്കാത്ത ഒരു പ്രസംഗം എനിക്കില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, പീലാത്തോസിന്റെ അരമന മുതൽ കാൽവറിയുടെ മലമുകൾ വരെ എന്റെയും നിന്റെയും പാപത്തിന് വേണ്ടി അവൻ നിന്ന് സഹിച്ചു. പ്രിയമുള്ളവരെ, കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. ഹല്ലേലൂയ, എന്നാൽ എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവനൊന്ന് നോക്കിയാൽ ആ പറഞ്ഞവര് ദഹിച്ചു പോകുമായിരുന്നു, ഇല്ലാതായി പോകുമായിരുന്നു. എന്നാൽ ആ സ്നേഹവാനായ കർത്താവ് പറയില്ല, പിതാവേ, ഇവർ പറയുന്നത് എന്തെന്നറിയാകില്ല, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകില്ല, ഇവരോട് ക്ഷമിക്കണമേ. ആ കാലിലും വാണുകൾ പുറത്താൻ ഞാൻ അടിച്ചപ്പോൾ ഹല്ലേലൂയ മുഴവുചാല് പോലെ നീളത്തിൽ കീറി. ഹല്ലേലൂയ, ആ വീണ്ടും വീണ്ടും ആടി എന്റെയും നിന്റെയും പാപത്തിന് വേണ്ടി അവനെ ഏറ്റു. പ്രിയമുള്ളവരെ, ആ കൈകാലുകളിൽ ആ കാലിലും വാണുകൾ അടിച്ചു. എന്റെ യേശുവിനെ ആ ക്രൂശിക്കുമ്പോൾ, ആ കുഴിയിലേക്ക് ഇറക്കുമ്പോൾ എത്രമാത്രം പ്രാണവേദനയാ പ്രിയമുള്ളവരെ എന്റെ അപ്പൻ എനിക്ക് നിനക്കുമായി സഹിച്ചത്. മറ്റുള്ള കള്ളന്മാരുടെ കൂട്ടത്തിൽ എന്റെ കർത്താവിനെ നിന്ദിക്കുവാൻ വേണ്ടി കള്ളന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, അവന്റെ വസ്ത്രം അവനെ നഗ്നനാക്കി. അപ്പൊ കടന്നു പോകുന്നവർ മുഖം മറയ്ക്കാതവണ്ണം അവൻ വിരൂപമായി തീർന്നു. എനിക്ക് നിനക്കും വേണ്ടിയായിരുന്നു. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിന്റെ രൂപം നിന്റെ മനസ്സിൽ നിന്നൊന്ന് കൊണ്ടുവന്നേ. കാണുന്നു ഞാൻ കാൽവറി മാമല, ക്രൂശും കൺമുൻപില, കുന്തമുന കൊണ്ടത് വേല ചെയ്ത കൂലിയാണോ? കുന്തമുന കൊണ്ടത് വേല ചെയ്ത കൂലിയാണോ? ചാട്ടവാറടികളൊക്കെ ആ മാർവിലല്ലയോ വീണത്? ഹല്ലേലൂയ, ഇത്രയും കഷ്ടതകൾ എന്റെ കർത്താവ് സഹിക്കുക. ഹല്ലേലൂയ, എന്നിട്ട് എന്നോടും നിന്നോടും ആ ക്രൂശിൽ കിടന്നുകൊണ്ട് മൗനമായിട്ടൊരു ചോദ്യം ചോദിക്കുക, കുഞ്ഞേ, നിന്നെ വീണ്ടെടുക്കാനാ ഞാൻ ഇതെല്ലാം ഏറ്റേ. ഹല്ലേലൂയ, നമ്മൾ ഇനി ഇന്നുവരെ ചെയ്ത പാപങ്ങളും ഇനി ചെയ്യുവാൻ പോകുന്ന പാപങ്ങൾ എല്ലാം അവനെ ഏറ്റെടുത്തു. ആ പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിയപ്പോൾ മാനവരാശിയുടെ പാപം മുഴുവൻ എന്റെ കർത്താവെ ഏറ്റെടുത്തു. ഹല്ലേലൂയ, അപ്പോൾ പിതാവ് മുഖം മറച്ചപ്പോൾ എന്റെ കർത്താവ് ചോദിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്റെ കർത്താവ് എന്നോടും നിന്നോടും മൗനമായി ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. എന്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തരെ നടക്കുമാറാക്കി. എന്നാൽ എന്റെ യേശു മടങ്ങി വരുന്നത് വരെ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ആരുണ്ട്? എന്റെ കർത്താവ് മടങ്ങി വരും. ഇനിയും ആദ്യം എന്റെ കർത്താവ് വന്നത് പാപികൾക്ക് വേണ്ടിയാണെങ്കിൽ ഇനിയും എന്റെ കർത്താവ് വരുന്നത് നീതിമാന്മാർക്ക് വേണ്ടിയാ. ന്യായവിധിയുടെ ദൈവമായിട്ടാ ഈ ദൗത്യം ഈ ഭൂമിയെ അറിയിക്കുവാൻ ആരുണ്ട്? സഹോദരിമാരെ, നമുക്ക് കർത്താവ്
ശക്തമായി പാട്ടുപാടി കർത്താവിന്റെ വേലയ്ക്കായിട്ട് സമർപ്പിക്കാം. ഹല്ലേലൂയ. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നു വേലയ്ക്കായി എൻ ജീവനെയും. ഈ എൻ കൈകളെ ഹല്ലേലൂയ. സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവര് ദയവായി ആ കരങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ. ഞാനൊരു കഴിവുമില്ലാത്തവരാ പ്രിയമുള്ളവരെ, എന്നാൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുക. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നു സേവയ്ക്കായി എൻ ജീവനെയും. കാൽകളോടട്ടെ നിൻ പാത ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യ വ്യാപ്തിക്കായി. കാൽകളോടട്ടെ നിൻ പാത ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യ വ്യാപ്തിക്കായി. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായിത സമർപ്പിക്കുന്നു. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നു സേവയ്ക്കായി എൻ ജീവനെയും. ഈ എൻ കൈകളെ സമർപ്പിക്കുന്നു സേവയ്ക്കായി എൻ ജീവനെയും. കാൽകളോടട്ടെ നിൻ പാത ചേരട്ടെ എൻ ചിന്ത തിരുരാജ്യ വ്യാപ്തിക്കായി. എനിക്കല്ല ഞാൻ ക്രിസ്തുവിനത്രേ അവനായിത സമർപ്പിക്കുന്നു. അവൻ നടത്തിപ്പും കാവൽ കൊണ്ടോരോ നിമിഷവും നടത്തുന്നെന്നെ വഴിയേ. സ്തോത്രം. ഇത്രയും നേരം എന്നെ ശ്രദ്ധിച്ച എല്ലാ ദൈവങ്ങൾക്കും പ്രത്യേകിച്ച് പ്രിയ പ്രായമുള്ള കർത്താവിന്റെ ദാസൻ വളരെ ബഹുമാനിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്റെ പേര് ഓർക്കാൻ എളുപ്പമല്ലേ? ഗ്ലോറി ഗ്ലോറി എന്നൊക്കെ പറയുമ്പോൾ ഈ പാവം ഗ്ലോറിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒറ്റ ആഗ്രഹമേ ഉള്ളൂ പ്രിയമുള്ളവരെ. അന്ത്യശ്വാസം വരെ എന്റെ കർത്താവിന് വേണ്ടി നിൽക്കണം. പ്രത്യേകിച്ച് പ്രിയ പിതാവിന്റെ പ്രാർത്ഥന, പ്രിയ കർത്താവിന്റെ ദാസന്റെ പ്രാർത്ഥന എല്ലാം ചോദിച്ചുകൊണ്ട്